ഞാൻ നിനക്ക് എന്നൊന്ന് തോർക്കാൻ പറ്റുമോ? കെൻ യു വൈപ്പ് യുവർ ജെനിറ്റൽസ്? ഫോൺ സൈറ്റുകൾ കാണാം, അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ടല്ലോ. അത് ഈ കുട്ടികളുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ടോ? ഫോൺ കാണണമെങ്കിൽ മാസ്റ്റർബേറ്റ് ചെയ്യുക, ഡെഫിനറ്റ്ലി അതിന്. പ്രൈവറ്റ് ബസ്സിൽ കയറുന്ന പിള്ളേർ ആൺകുട്ടിയുടെ അടുത്ത് നിന്ന് പെൺകുട്ടി എന്നിട്ട് കൈ പിടിച്ച് അവരുടെ ഇതിലേക്ക് വെക്കും. ഓൾറെഡി ടൈറ്റാനിക്കിലെ ആ സെക്ഷൽ രംഗം കാണുമ്പോൾ ഞാൻ കണ്ണു കുത്തിയിരിക്കുമല്ലോ. നിർവേദത്തിന്റെ റീമേക്ക് വന്ന സമയത്ത് ഞാൻ 8ാം ക്ലാസ് അവളുടെ അപ്പൊ അമ്മ പറയാണ് പിള്ളേര് ഇവരിതൊക്കെ നെറ്റ്ഫ്ലിക്സിലും അതുപോലെ OTT പ്ലാറ്റ്ഫോമിലും സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്ത കുട്ടികൾ ടെലിഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് സാധനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാ പ്രസിദ്ധീകരണങ്ങളും വായിക്കും. അപ്പൊ എൻ്റെ മകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെയാ ഉണ്ടായതെന്ന്. പാരൻസ് തമ്മിലുള്ള ഈ ലൈംഗികത കുട്ടി കാണുകയാണെങ്കിൽ ഇവൾക്ക് ഉറങ്ങാൻ പറ്റില്ല. അതിപ്പോ ഞാനും ഹസ്ബൻഡ് നമ്മൾ വലിയ വഴക്കായി. സ്ട്രേഞ്ചർ ചായ കുടിക്കാനായിട്ട് വീട്ടിൽ വരുന്നു, സംസാരിക്കാനായിട്ട് 5 മിനിറ്റ് സമയം, അത് കഴിഞ്ഞ് കല്യാണം മാലയിടുന്നു, റൂമിലേക്ക് കയറ്റി വിടുന്നു. കല്യാണത്തിന് മുന്നിലുള്ള സെക്സ് ഇതുവരെ പ്രോത്സാഹിപ്പിക്കാം. അത് നിങ്ങൾ ഒരുമിച്ച് ലിവിങ് ടുഗദർ അധ്യാപനം തന്നെ ഞാൻ പറയും. കുറച്ച് നമ്മൾ മാറണം. സംസ്കാരത്തെ നമ്മൾ മുറുകെ പിടിക്കണമെന്ന്. അപ്പൊ സാറിന്റെ മകള് സംസ്കാരത്തിൽ നിന്ന് ഇപ്പൊ വ്യതിചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. 2K കിഡ്സ് എല്ലാം കുഴപ്പക്കാരാണ് എന്ന പൊതുബോധം നിലവിലുണ്ടോ? ഇവരെ വളർത്താനായി രക്ഷിതാക്കൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തെല്ലാമാണ്? മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ബിഹൈൻഡ് ദ സീൻസ് ഓപ്പൺ ഇന്ററാക്റ്റീവ് സീരീസ്. പൂജ മോഹൻരാജ്, ആക്ട്രസ്; അമൃത കെ ഫ്രാൻസിസ്, ഫാമിലി ലൈഫ് ആൻഡ് പാരന്റിംഗ് കോച്ച്; ഹനാൻ, മോഡൽ; മിത ഹരിദാസ്, മാധ്യമപ്രവർത്തക; ടി സതീഷ്, അധ്യാപകൻ, എഴുത്തുകാരൻ. വെൽക്കം ഓൾ. താങ്ക് യു. അമൃത, ഇപ്പോൾ ഈ 2K കിഡ്സ് ഒക്കെ ഒരു കുഴപ്പക്കാരാണ്, പ്രശ്നക്കാരാണ്, ഇവർ നേരിടുന്ന കുഴപ്പത്തിന് പരിഹാരം കണ്ടെത്താൻ വളരെ പ്രയാസമാണ് എന്നൊരു പൊതുബോധം സോഷ്യൽ മീഡിയയിലാകെ പരക്കുന്നുണ്ട്. ഇപ്പോൾ അമൃതനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ എല്ലോളം തരി കല്യാണങ്ങൾ ഇപ്പോൾ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം +1 +2 പഠിക്കുന്ന കുട്ടികൾ പരസ്പരം കണ്ടുമുട്ടി ഇഷ്ടപ്പെടുകയും 18 വയസ്സാവാൻ വരെ കാത്തിരിക്കുകയും കല്യാണം രജിസ്റ്റർ ചെയ്യുകയും പിന്നെ ഇവരുടെ ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് ഇവരുടെ കല്യാണ വീഡിയോ പോപ്പുലർ ആവുകയും തുടർന്ന് ആ പോപ്പുലാരിറ്റി വഴി കുറേ വീഡിയോസ് ഇട്ട് അവരുടെ ഒരു ഫാമിലി വ്ലോഗ് എന്ന് തന്നെ പറയാം, അവർ ചെയ്യുന്നതും അവരുടെ ഓരോ ആക്ടിവിറ്റീസും സോഷ്യൽ മീഡിയയിൽ റീൽസായിട്ട് അതൊരു വരുമാന മാർഗമാവുകയാണ്. ഇത് ഇവരുടെ ലൈഫിലുണ്ടാക്കുന്ന, അതായത് ഫ്യൂച്ചറിൽ ഇവരുടെ ലൈഫിലുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും? കാരണം ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണോ ഇവർ ലീഡ് ചെയ്യുന്നത്? കാരണം ഇവർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള കുട്ടികളാണ് കേട്ടോ. കാരണം ഇവർ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സജീവമാണല്ലോ. ഇവർ, ഞാൻ ചോദിച്ച പോലെ തന്നെ, ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണോ ഇവർ ഡീൽ ചെയ്യുന്നത്? ഒരു ഭാവിയിൽ ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കും ഈ ഒരു ട്രാക്കിലൂടെ പോവുകയാണെങ്കിൽ? അൺറിയലിസ്റ്റിക് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ നോക്കുന്ന കണ്ണിന്റെ ആണ്, അല്ലെങ്കിൽ നമ്മളത് കാണുന്നതിന്റെ ആണ്. മില്ലേനിയൽ കിഡ്സായ നമ്മൾ 2K കിഡ്സിനെ നോക്കുമ്പോൾ നമ്മൾ അവരെ കാണുന്ന കണ്ണ് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ 2025 നിൽക്കുന്നത്. ഇവിടെയുള്ള ട്രെൻഡുകൾ എന്താണ് എന്നുള്ളത് നമ്മളെക്കാളും ഉപരി ആ ഒരു ഏജിലുള്ള കുട്ടികൾക്കായിരിക്കും കൂടുതൽ അറിയാം. അപ്പം പാരന്റ് ആണെങ്കിലും അധ്യാപകരാണെങ്കിലും ആ ട്രെൻഡ് അറിയാനും ഇപ്പോൾ ഉള്ള എന്താ പറയുക ഡെവലപ്മെന്റ്സ് അറിയാനും അവരുടെ കൂടെ നടക്കുക, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അറിയുക എന്നുള്ളതാണ് കണക്ഷൻ വരുന്ന സംഭവം. ഹനാന്റെ ഒരു കൗമാരത്തിൽ ആ ഏജിലുള്ള പർട്ടിക്കുലർ ഏജിലുള്ള ഒരു കുട്ടിക്ക് താങ്ങാതിനേക്കാൾ അപ്പുറം കഷ്ടപ്പാടുകളും ദുരിതങ്ങളിലൂടെയാണ് ഹനാൻ കടന്നുപോയത്. ഇപ്പം ഹനാൻ ഇപ്പോൾ ഒരു ബ്രാൻഡായി വളർന്നിരിക്കുകയാണ്. ഒരു പക്ഷേ അന്നത്തെ പോലെ ഇതുപോലെ ആ ഒരു കഷ്ടപ്പാടിനുള്ള സമയത്ത് ഒരു ലൈഫിൽ ഒരു എസ്കേപ്പിസം എന്നുള്ള നിലയിൽ ആരുടെയെങ്കിലും കൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോയി അങ്ങനെ ലൈഫ് സെറ്റാക്കാം എന്നുള്ളൊരു ആലോചന ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം പ്രത്യേകിച്ചും ആ ഒരു ഏജിൽ നമുക്കറിയാലോ, നമ്മളൊരു പ്രത്യേക ആ ഒരു ഏജിലൊക്കെ ഇതുപോലെ നമ്മളൊരു ഡിപ്പെൻഡൻസി കൂടുതലായിരിക്കും. ഒരു പാർട്ട്ണർ വേണം എന്നുള്ളൊരു ആ ഒരു ആഗ്രഹം വളരെ കൂടുതലുള്ളൊരു ഏജ് കൂടിയാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ കഥകൾ കേൾക്കുമ്പോൾ ഹനാൻ എന്താണ് തോന്നുന്നത്? കാരണം ആ ഒരു സമയത്ത് ഹനാൻ കടന്നുപോയ കഷ്ടപ്പാടുകളുണ്ടല്ലോ, ജീവിതം പിടിച്ചു നിൽക്കാനായിട്ട് ഒറ്റയ്ക്കാണ് ഹനാൻ ഉയർന്നു വന്നത്. ഇതുപോലെ ആ ഇൻസ്റ്റഗ്രാം റീലിട്ടോ
അല്ലാതെ ഇതുപോലെ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോയി എല്ലോളം തരി കല്യാണത്തിന് കഴുത്ത് നീട്ടി കൊടുക്കാതെയോ ഒറ്റയ്ക്ക് ജീവിതത്തിൽ നേരിട്ടൊരു കുട്ടിയാണ്. ഹനാൻ ഇപ്പം ഇത് കാണുമ്പോൾ എന്താ തോന്നുന്നത്? ഇപ്പോഴത്തെ കുട്ടികൾ എന്താ പറയുക, ഈ നമുക്ക് ഒന്നാമത് മെച്യൂരിറ്റി വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരുന്ന ചുറ്റുപാട്, ഇപ്പോൾ ഒരു 25 വയസ്സിനുള്ളിൽ ഒരു 23 വയസ്സ് വരെയുള്ള ഒരു പ്രായപരിധിയിൽ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ആയിട്ടുള്ള പാരൻറ്റിങ് കിട്ടിപ്പോകുന്ന കുട്ടികളെല്ലാം നല്ല രീതിയിൽ ഡിസിപ്ലിൻഡ് ആയിട്ട് ഗ്രോ ആവും. ഈ ഡിസിപ്ലിൻ ഇല്ലാതെ ഒരു ഗൈഡൻസും കിട്ടുന്നില്ല, വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ മോശം, അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ കുട്ടികൾക്ക് ഡിപ്പെൻഡൻസി കാര്യങ്ങൾ വരും. പിന്നെ ഇവർക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി ഉള്ള പെയിൻസ് കൂടുതലായിരിക്കും. നിസ്സാര ഒരു കാര്യം പറയുമ്പോഴേക്കും പൊട്ടിക്കരയാന്ന് പറയണ എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ബാല്യം. പക്ഷെ അപ്പോൾ ഈ കുട്ടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പാരൻസിനും റൈറ്റ് പാരൻറ്റിങ് അറിയുമോ എന്നുള്ളതും സംശയമാണ്. അപ്പൊ അങ്ങനെ ഈ കുട്ടികളുടെ എന്താ പറയുക, അവരുടെ സാഹചര്യങ്ങളാണ് അവരെ പല ഇപ്പം നമുക്ക് ഒരാളുടെ കൂടെ ഇറങ്ങി പോവാണ്, അപ്പോൾ ആലോചിക്കുകയാണ് ഓക്കെ അന്ന് പാർട്ട്ണർ ജോലി ചെയ്തിട്ട് നമ്മളെ നോക്കൂലോ എന്നുള്ളൊരു പ്രതീക്ഷയും കൂടെ ആയിരിക്കാം. ഇനിയിപ്പോൾ പകച്ചു നിൽക്കായിരിക്കും, എന്താ ചെയ്യാന്നൊരു പിടുത്തമില്ല, ഇനി ഞാൻ ലൈഫിൽ എന്ത് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ പറയാ, കുട്ടികൾ ആ സാഹചര്യത്തിൽ അങ്ങനെ ഡിപ്പെൻഡ് ആയി പോകുന്നതാണ്. ഈ പൊതുവെ ഈ കുട്ടികളെ മനസ്സിലാക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ ചില ഈ സെക്ഷൽ കണ്ടന്റ് കാണുന്ന കുട്ടികളുണ്ടല്ലോ. ഈ പണ്ടൊക്കെ തിയേറ്ററിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഈ ടൈറ്റാനിക്കില് ആ സെക്ഷൽ രംഗം കാണുമ്പോൾ ഞാൻ കണ്ണ് കുത്തിയിരിക്കുമായിരുന്നു. കാരണം എന്തോ ഒരു മോശം കാര്യം കാണുന്ന പോലെയായിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്താണ്, ഇപ്പം നെറ്റ്ഫ്ലിക്സിലും അതുപോലെ തന്നെ OTT പ്ലാറ്റ്ഫോമിലും സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്ത കുട്ടികൾ ടെലിഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് സാധനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഈ തിയേറ്ററിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പോലും പാരൻസ് കുട്ടികളെയും കൊണ്ട് സിനിമയ്ക്ക് പോകും. എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നും. കാരണം എൻ്റെയൊക്കെ ജനറേഷനിൽ എന്തുമാത്രം ഒന്നും അറിയില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഈ സെക്ഷൽ കണ്ടന്റ് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ പോൺ സൈറ്റുകൾ കാണുക, അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് ഈ കുട്ടികളുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ടോ, അതോ ഇത് കാണുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, അങ്ങനെയാണോ? അങ്ങനെ ചോദിച്ചാൽ അതിനൊരു അഡിക്ഷൻ ആവുമ്പോഴാണ് അത് നമ്മളെ ബാധിക്കുന്നത്. നമ്മുടെ ഡെയിലി റൊട്ടീനെ ഹിൻഡർ ആവുന്ന രീതിയിൽ ഇതൊരു പോൺ കാണുക അല്ലെങ്കിൽ മാസ്റ്റർബേറ്റ് ചെയ്യുക, ഡെഫിനറ്റ്ലി അതിന് വളരെ മോശം പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. പക്ഷെ എൻ്റെ വശം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും കാണുന്ന ഒരു കാര്യം, നമുക്കൊരു കിസ്സുള്ള സീൻ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ന്യൂഡിറ്റി ഉള്ളൊരു കണ്ടന്റ് പിള്ളേരെ കണ്ടാലും നമ്മളിതിനെ ഹൈഡ് ചെയ്തു പോകും. പക്ഷെ നമുക്ക് കൊലപാതകം, വെട്ടിക്കുത്ത്, ഇതൊന്നും കാണിക്കാൻ നമുക്ക് ഒരു പ്രശ്നമില്ല. അതങ്ങനെ അപ്പൊ അത് കാണുമ്പോ ഇല്ലാത്ത പ്രശ്നം എന്താ ഇത് കാണുമ്പോ ഉണ്ടാവുന്നതാണ് ചോദിക്കാനുള്ളത്. ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ UBA സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കുട്ടികൾക്കുള്ളത് മാത്രം കുട്ടികളെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഡിസ്നി മൂവീസ്, എന്റെ മോൻ 7 ആവുന്നു, മോൾ 5 വയസ്സും, ഡിസ്നി മൂവീസിന്റെ ആൾക്കാരാണ് അവർ. ഡിസ്നിയിൽ സ്മൂച്ചിങ് ഉണ്ടല്ലോ, ട്രാമ്പിലുണ്ട്, സിനിമയിലുണ്ട്. പിന്നെ ഇനി സബ്സ്ക്രിപ്ഷന്റെ കാര്യമൊന്നും പറയണ്ട, സബ്സ്ക്രിപ്ഷന്റെ ഇടയ്ക്ക് തന്നെ ഇപ്പൊ ഡിസ്നിയില് ഇടയ്ക്ക് ഗോ വിത്തൗട്ട് ദി ആഡ്സ് എക്സ്ട്രാ ഒരു സെഷൻ ഉണ്ട്. കുട്ടികളുടെ കണ്ടന്റിന്റെ ഇടയ്ക്ക് അവർ കേൾക്കുന്നത് ജോൺ വിക്കിനെ, സ്പൈഡർമാൻ അല്ല സൂപ്പർമാനിന്റെ ഒക്കെ രംഗങ്ങളാണ്. അപ്പം ലയൺ കിങ് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും, അതിനിടയ്ക്ക് ഇതുപോലെ കിസ് വരും. അപ്പൊ ഞാൻ അപ്പുറത്തൂടെ പോകുമ്പോൾ ഞാൻ ഫൈൻ ഇത് കണ്ടു. അപ്പൊ നൗ ഐ നോ ദാറ്റ് ദേ വാച്ച്ഡ് ഇറ്റ്. ഇത്രേ ഉള്ളൂ. അപ്പൊ അത് നമ്മൾ കണ്ടന്റ് എന്ന് പറഞ്ഞ സാധനം വളരെ സ്പെസിഫിക്കലി നമ്മൾ കണ്ടേ പറ്റുള്ളൂ. അടി കുത്ത് കുട്ടികളുടെ ഏജിൽ ഇതെല്ലാം ഇത്രേ ഉള്ളൂ, ബേസിക്കലി ഇത്രേ ഉള്ളൂ. ചടുലമായ രംഗങ്ങൾ അതിപ്പോ എന്താണെങ്കിലും കൊള്ളാം, that is not acceptable. അത് ഓവർ സ്റ്റിമുലേറ്റിംഗ് ആണ് ഫോർ എ സ്മോൾ ഡെവലപ്പിംഗ് ബ്രെയിൻ until and unless we don't have a maturity to handle that. അല്ലെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണം. ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഹസ്ബൻഡും പറയും, വൈഫും പറയും കണ്ടു then how does it work? കണ്ടുപോയി പിന്നെന്താ. അപ്പൊ ജോക്കറിലൊരു സീനില്ലേ, ഓൺ ദ കൗച്ച് ദേ ഹാവ് എൻ ഇന്റർകോഴ്സ്, ആ കുട്ടികൾ അവിടെ താഴെ ഹൈഡ് ചെയ്യാണ്. ഇതൊക്കെ മനുഷ്യന്റെ ഇത് പറഞ്ഞപ്പോഴാണേ ഞാൻ പറഞ്ഞത്, ഈ മുതിർന്നവരുടെ ഒരു ജീവിതമാണല്ലോ കുട്ടികളെ അനുകരിക്കുന്നത്. അപ്പം ഇത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ദേഷ്യം മുതലായ വികാരങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള വികാരങ്ങൾ നമ്മൾ കുട്ടികളോടൊക്കെ എപ്പോഴും ഒഴുകുന്നതാണ്, എപ്പോഴും അവരെ ദേഷ്യപ്പെടുന്നവരാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ പ്രേമം, സ്നേഹം എന്ന് പറയുന്ന വികാരങ്ങൾ, ഇപ്പം അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹമാണെങ്കിലും കാമുകികാമന്മാരുടെ സ്നേഹമാണെങ്കിലും അത് എന്തൊക്കെയാണെങ്കിലും അത് പൊതുസമൂഹത്തിൽ പ്രകടിപ്പിക്കുന്നത് ഒരു തെറ്റാണെന്നുള്ള ധാരണയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അതായത് മറ്റു കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, ഇതിപ്പം പരസ്യമായിട്ട് ഇപ്പം ഒരു വിവാഹം കഴിച്ച ദമ്പതികളാണെന്ന് വിചാരിക്കുക, അവർ പരസ്യമായിട്ട് ഒരു പൊതുസ്ഥലത്തോ KSRTC സ്റ്റാൻഡിലോ ഒരു പൊതുസ്ഥലത്തോ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് അവർക്ക് അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ മറ്റുള്ളവർ കണ്ടാലോ, അല്ലെങ്കിൽ ഇങ്ങനെയൊന്ന് പിടിച്ചാലോ, അല്ലെങ്കിൽ ഒന്ന് അടുത്ത് ചേർത്ത് നിർത്തിയാലോ, ഇതൊക്കെ അവർക്ക് ഭയങ്കര ഇതാണ്.
ആ മുതിർന്നവരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ കുട്ടികളുടെ ജീവിതത്തെ പരോക്ഷമായിട്ട് അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ടും ഒക്കെ എപ്പോഴും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. ഹനാനും പൂജയ്ക്കും എന്താണ്? കാരണം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ആ ഒരു 15-14 വയസ്സിൽ ഈ ടൈറ്റാനിക്കിലെ സീൻ കണ്ട് ഞാൻ കണ്ണുപൊത്തിയതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കൗമാരത്തിലൊക്കെ ഈ ഇത്തരം സംഭവങ്ങളുണ്ടല്ലോ, ഈ സെക്ഷൽ ആയിട്ടുള്ള ഒരുപാട് ക്യൂരിയോസിറ്റി കാണാം. അപ്പൊ എനിക്കൊന്ന് രവി നിർവേദത്തിന്റെ റീമേക്ക് വന്ന സമയത്ത് ഞാൻ 8ാം ക്ലാസ് പഠിക്കുന്നു. അപ്പൊ അമ്മ പറഞ്ഞു പണ്ട് ടാക്കീസില് ഇങ്ങനെ ഇവര് സിനിമ കാണാൻ പോകുമ്പോൾ ഇങ്ങനെ എല്ലാവരും ഈ തറയിലിരുന്ന് പോവാ. അപ്പോൾ ഈ റിവ്യൂ ഒന്നും ആദ്യത്തെ ദിവസം ഒന്നും വരുന്നില്ല. പിറ്റേ ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് മാസികയിൽ വരുമ്പോഴാണ് ഇത് ഇങ്ങനത്തെ സിനിമയാണ് എന്നൊക്കെ ആൾക്കാർ തന്നെ അറിയുന്നത്. അല്ലെങ്കിൽ സിനിമ വരുമ്പോ ആദ്യത്തെ ദിവസം തന്നെ എല്ലാരും പിള്ളേരെയും വിളിച്ച് ഇവര് അതല്ല ഇപ്പൊ നമ്മള് മറ്റേ സീൻ ചേച്ചിയുടെ ആദ്യത്തെ ഒരു സിനിമ അപ്പൊ അമ്മ പറയാണ്, അമ്മയൊക്കെ കൊച്ചില് കുഞ്ഞായപ്പം ഇത് ഫസ്റ്റ് ആദ്യത്തെ വീക്കെൻഡ് തന്നെ അമ്മക്ക് സിനിമ കാണണം. അമ്മ ഇങ്ങനെ ചോദിക്കാനും ഇതൊന്നും ഇല്ല, അമ്മ അങ്ങ് പോവും. അപ്പൊ ഇവരും കൂടെ പോയി പിള്ളേര് ഫ്രണ്ടില് ഇവരിതൊക്കെ കാണുന്നുണ്ട്. അല്ലാതെ ആ സമയം അമ്മ പറഞ്ഞു ആരും നമ്മളോട് ഇത് കാണാൻ പാടില്ല അത് കാണാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇനി ഇഫ് യു വോണ്ട് ടു വാച്ച് ഞാൻ വെച്ചു ഇതെന്താണ് ഈ വാക്കിന്റെ അർത്ഥം എന്താണ് എന്നൊക്കെ അമ്മ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്, അപ്പൊ കാണണമെങ്കിൽ നമുക്ക് കാണാം, അല്ലെങ്കിൽ അങ്ങനെ പറയും. പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടി അതെങ്ങനെയാ ഉണ്ടായിട്ടുള്ള അവരുടെ എഡ്യൂക്കേഷൻ എനിക്ക് അറിഞ്ഞൂടാ. അപ്പം എൻ്റെ ചേച്ചി UK സെറ്റിൽഡ്. അപ്പോൾ അവർ ബ്രിട്ടീഷാണ് ഇപ്പം. അപ്പോൾ ചേച്ചിയുടെ മക്കൾ നാട്ടിൽ വരുമ്പോൾ ഇവർ ആൺകുട്ടികളാണ്, കുളിപ്പിക്കുമല്ലോ. അപ്പം ഞാൻ ഭയങ്കര കെയർഫുള്ളാണ്. നമുക്ക് ഭയങ്കര പുതിയ മാനസികമായിട്ട് നമുക്ക് ഇതൊക്കെ ഉണ്ടല്ലോ, യു ഷുഡന്റ് ടച്ച് ആൻഡ് ഇൻഅപ്രോപ്രിയേറ്റ്ലി. അപ്പൊ ഞാൻ കുളിപ്പിച്ച അവർക്ക് ഓക്കെയാണ്. അപ്പൊ ഈ 10 വയസ്സുള്ള ചെറുത് വന്നിട്ട് പറഞ്ഞു ഞാൻ വെച്ചാൽ നീനൊക്കെ എന്നെ ഒന്ന് തോർത്താൻ പറ്റുമോ, എനിക്കിത് വാക്ക് കിട്ടുന്നില്ല. അപ്പൊ എന്നിട്ട് എൻ്റെ അടുത്ത് പറയാണ് യു കെൻ ജസ്റ്റ് സേ കെൻ യു വൈപ്പ് യുവർ ജെനിറ്റൽസ്. ഇത് ഇങ്ങോട്ട് പറയാണ് ഈ 10 വയസ്സുള്ള കുട്ടി. അപ്പൊ പിന്നെ അതാണല്ലേ അങ്ങനെ വേണം ചോദിക്കാൻ, എന്നാ ശരി. അപ്പൊ ബട്ട് ദേ ആർ മോർ, എനിക്ക് അറിഞ്ഞൂടാ അവരുടെ എഡ്യൂക്കേഷന്റെ രീതിയാണോ അവരെ പഠിപ്പിക്കുന്നുണ്ടാവായിരിക്കാം ബാഡ് ടച്ച് പരിപാടി. സോ ഇറ്റ് ഈസ് ഈസിയർ. അപ്പൊ ഞാനും കംഫർട്ടബിൾ ആയി അവരും കംഫർട്ടബിൾ ആയി. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും പിന്നെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു ഫാമിലിയിൽ എപ്പോഴും ഈ പേരൻസിനോട് എല്ലാം ചിലപ്പോൾ പറയാൻ പറ്റില്ല. അത് പേരൻസ് മനസ്സിലാക്കണം. എൻ്റെ കുട്ടി എൻ്റെ കൂടെ എല്ലാം പറയും ഇല്ല, അതൊരു അനാവശ്യ ഫ്ലെക്സ് ആണ്. എന്താ വെച്ചാൽ കുട്ടികൾക്കും പലപ്പോഴും ഇത് എൻ്റെ അച്ഛനെയും അമ്മേനെയും വിഷമാവൂ, അവരെ വിഷമിപ്പിക്കേണ്ട, കുട്ടിക്ക് സ്നേഹമുള്ള ആൾക്കാരാണെന്നുള്ള കാര്യം ഉണ്ടല്ലോ. അങ്ങനെ പറയാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും. കള്ളത്തരങ്ങൾ മാത്രമല്ല. അപ്പൊ ഇവർക്ക് മനസ്സിൽ തോന്നുന്ന ചില ആഗ്രഹങ്ങളും ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഈ കുടുംബത്തില് അല്ലെങ്കിൽ വളരെ സേഫ് ആയിട്ടുള്ള മറ്റൊരു അഡൾട്ട് ഉള്ളത് എപ്പോഴും നല്ലതാണ്. ഇപ്പൊ പലപ്പോഴും ഞാൻ കുടുംബത്തിലെ പിള്ളേരുടെയൊക്കെ കൂളാണ്ടാണ്. അപ്പൊ ഇവന്മാര് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയും. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഈ ഇൻഫർമേഷനൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഇതിനൊരു പ്രിപ്പയർഡ് അല്ല. പക്ഷെ ഓക്കെ അറ്റ്ലീസ്റ്റ് എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കും, ഹൗ ഷുഡ് ഐ ഇത്രയ്ക്കൊക്കെ പറഞ്ഞു, ഷുഡ് ഐ ബി വറിഡ് എന്താ. ഒരു നല്ല ലിസണർ ആണ് പൂജ, അത് നമുക്ക് മനസ്സിലാക്കാൻ പറയാം. അവർക്ക് വേണ്ടത് അതാണ്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് വളർന്നു വരുമ്പോ എനിക്ക് അങ്ങനെ ഇങ്ങനെ ചുമ്മാ നമ്മളെ പഠിപ്പിക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരുന്നത്. ഹനാൻ എന്താണ് അതിനെ കുറിച്ച് തോന്നിയിട്ടുള്ളത്? അതായത് നമ്മളെ ഇങ്ങനെ അനാവശ്യമായിട്ട് ഇങ്ങനെ എന്താ പറയാ ഹൈഡ് ചെയ്തിട്ട് കുട്ടികൾക്ക് ക്യൂരിയോസിറ്റീസ് ഉണ്ടാക്കി കൊടുക്കാണ്ടിരിക്കുക. ഇപ്പൊ ഒരു കാര്യത്തിന് നമ്മളോട് അവര് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടാണ് നമ്മളെടുത്ത് ചിലപ്പോ ന്യൂഡിറ്റിനെ കുറിച്ച് ചോദിക്കണ്ടാവുക. മാം അതെന്താണ് ആ വാക്കിന്റെ ഒരു അർത്ഥം ചോദിക്കുമ്പോൾ അവർക്ക് അതെ പറയരുത്, അങ്ങനെയല്ല. നമ്മൾ അവരുടെ അടുത്ത് വളരെ എന്താ പറയാ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാന്യമായിട്ടുള്ള ഒരു ഭാഷയുണ്ട്. ആ ഭാഷയിൽ നമ്മൾ അവരെ വളരെ വിവേകപൂർവ്വം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലാണ്ട് ഹൈഡ് ചെയ്യണോടത്തോളം ഈ ക്യൂരിയോസിറ്റിക്ക് പുറത്ത് അവര് വേറെ ചോയ്സസ്
സോഴ്സസ് തേടും. എക്സ്റ്റേണൽ ആയിട്ടുള്ള സോഴ്സസ് വരും അവർക്ക്. പല പല കാര്യങ്ങളും എന്താ പറയുക, പല മാസികകള്, അല്ലെങ്കിൽ അവർ പല കാര്യങ്ങളും, അതായത് പുറത്തുള്ള അഡൽട്സിനെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. പാരൻസിന്റെ അടുത്ത് അതായത് ഡൗട്ട്സ് വരുമ്പോൾ ഓക്കെ ഇത് എന്താണ്, അപ്പൊ അത് ചോദിച്ചറിയാൻ നിൽക്കുമ്പോൾ ഇവരെ വഴി തെറ്റിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ചോയ്സ് നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു ഇത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു പാരന്റിങ് എന്ന് പറയുമ്പോൾ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട്, ഇപ്പോൾ ചേച്ചി പറഞ്ഞു നമ്മൾ ചില കാര്യങ്ങളൊന്നും പാരന്റ്സിന് കുട്ടികൾ പറയില്ല, പക്ഷെ സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലത്തെ ഒരു രീതി അനുസരിച്ച് തെറ്റും തുറന്നു പറയാം, ശരിയും തുറന്നു പറയാം. അങ്ങനെ ആയിരിക്കണം പാരന്റ്സ്. അപ്പൊ നമുക്ക് നമ്മുടെ തെറ്റ് കണ്ടാലും ശരി കണ്ടാലും, അപ്പൊ ഞാൻ തെറ്റ് ചെയ്ത് എന്നിട്ട് ഞാൻ ഭയങ്കര ചിലപ്പോ അപ്പോഴത്തെ ഒരു അറിയാത്തൊരു പ്രായത്തിൽ ഒരു തെറ്റ് ചെയ്ത് വന്നിട്ട് വളരെ അഭിമാനത്തോടു കൂടി ആയിരിക്കും അത് പ്രസന്റ് ചെയ്യേണ്ടത്. അപ്പൊ ആ സമയത്ത് ഭയങ്കരമായിട്ട് നിന്നെ കുറിച്ച് ഇങ്ങനെയൊന്നും പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കളിയാക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ നമ്മുടെ ഈഗോ ഹേർട്ട് ആവും. ഓക്കെ, ഓ അതപ്പോ തെറ്റായി പോയല്ലേ. അപ്പൊ അപ്പൊ എന്താ വെച്ചാൽ ആ പാരന്റ്സ് എന്ത് ചെയ്തു, തെറ്റായിട്ടുള്ള ഒരു കാര്യം ഇത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് വളരെ ദേഷ്യത്തോടു കൂടി എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ, ഓപ്പോസിറ്റ് ഓക്കെ ഇത് കൂടുതൽ ചെയ്യണം എന്നുള്ളൊരു വാശിയും ദേഷ്യം കയറിയേനെ. പക്ഷെ എന്റെ പാരന്റ് എന്നെ അവിടെ കളിയാക്കിയപ്പോൾ ഞാൻ ആലോചിച്ചു ഓക്കെ ഇത് ചെയ്തുകൂടാ, ഇനി ഇത് ആവർത്തിക്കണ്ട, നാണക്കേടായി. അപ്പോൾ ആ ഒരു നാക്കില് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്കൊക്കെ ആത്മനിയന്ത്രണം എന്ന് പറയുന്ന സാധനം വളരെ കുറവാണ്. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല ആക്ച്വലി അവരെ ഇമോഷണൽ തിങ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നോ അവരെങ്ങനെ പോണെന്ന് അവർക്ക് തന്നെ അറിയില്ല. ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വേൾഡിലല്ല അവരൊരു ഡ്രീം വേൾഡിലാണ്. അപ്പോൾ ഈ ലൈഫ് ലെസൺസ് ഒക്കെ കിട്ടി ഒന്ന് അവെയർ ആയി വരുന്ന സമയത്ത് അവരുടെ ലൈഫ് കടന്നു പോയിരിക്കും. അപ്പൊ ആ സമയത്ത് പാരന്റ്സ് ആണ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വെക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഒരു 8 വയസ്സ് മുതൽ തന്നെ കുട്ടികൾക്കൊരു ക്യൂരിയോസിറ്റി വരും. ഇപ്പൊ എൻ്റെ മകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെയാ ഉണ്ടായതെന്ന്. അപ്പൊ ഇതിനൊരു മറുപടി എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞത് 9ാം ക്ലാസ്സിലെ ബയോളജി ടെക്സ്റ്റിൽ അതിന്റെ ഉത്തരം കാണുമെന്നാണ്. കാരണം എനിക്ക് എന്താ പറയേണ്ടത്, അത് പറയാമോ പറഞ്ഞൂടെ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. ആദ്യമായിട്ട് ഏത് ഏജിലാണ് ഒരു കുട്ടി ഫോൺ കാണുന്നതെന്ന് നമ്മുടെ ഇപ്പൊ ഒരു കണക്കുകൾ അനുസരിച്ച് പറയുന്നത് ഊഹിക്കാൻ പറ്റുമോ? 7-8 വയസ്സിലാണ് അവരെ ഫോൺ എന്ന് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടൈപ്പ് ചെയ്യുമ്പോ ഇപ്പൊ ബെസ്റ്റ് ഫോട്ടോ എന്ന് പറയുമ്പോ ബ്രസ്റ്റ് ഫോട്ടോ അങ്ങനെ ടൈപ്പോസ് എറർ ആയിട്ടൊക്കെ വരും. ദാറ്റ്സ് ഹൗ കോമൺ ഇറ്റ് ഈസ്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് മുമ്പോട്ട് വന്ന് ചിന്തിക്കണം. കാരണം ഞാനൊക്കെ സ്കൂളിലൊക്കെ പോയി ക്ലാസ് എടുക്കുമ്പോൾ ചിൽഡ്രൻ എത്ര ഈസി ആയിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് അറിയുമ്പോൾ നമ്മുടെ ടേംസ് അല്ല അവർ യൂസ് ചെയ്യുന്നത്. ദേ ഹാവ് ജെൻ ആൽഫ, ജെൻ സി, ഒരുപാട് ടേംസ് ഉണ്ട്. ഇപ്പൊ ടീച്ചേഴ്സിനെ ഒക്കെ തന്നെ കമന്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. ലുക്ക് അറ്റ് എ ബലൂൺ, ദേ ആർ നോട്ട് റിയലി ഗുഡ്, ദേ ആർ നോട്ട് ഇൻ ഷേപ്പ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അല്ലെ ഇത് ആ കാലത്തിന്റെ മാറ്റാണ് പറഞ്ഞത്. കാലത്തിന്റെ മാറ്റത്തിനേക്കാൾ നമ്മളെ അങ്ങനെ പഠിപ്പിച്ചിരുന്നത്. നമ്മുടെ പാരന്റ്സ് നമ്മളോട് ഇത് ഓപ്പൺ ആയിട്ട്, എന്റെ അമ്മ കുറച്ചും കൂടി ഇതായിരുന്നു കേട്ടോ. എനിക്ക് എന്റെ അമ്മോട് ചോദിക്കാൻ പറ്റുമായിരുന്നു. എന്റെ അമ്മ ഒരുപാട് എഡ്യൂക്കേറ്റഡ് അല്ല, ഒന്നുമല്ല, ലോകം ഒരുപാട് കണ്ടിട്ടില്ല. പക്ഷെ അമ്മ അതിന് അനുവദിക്കുമായിരുന്നു. അത് നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അമ്മയോട് പറയാൻ പറ്റുമായിരുന്നു ഇത്തരം കാര്യങ്ങൾ, സംശയങ്ങൾ വരുമ്പോൾ ഒക്കെ നമുക്ക് പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ ആ കാലത്ത് എനിക്കറിയാം ഇത് സംസാരിക്കുന്നത് തെറ്റാണ്, നമ്മുടെ അവയവങ്ങളിലേക്ക് നോക്കുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ കനി കുസൃതി അഭിനയിച്ച ഒരു സിനിമ അതിലെ അമ്മയും മകളും തമ്മിലുള്ള ഒരു ഇതുണ്ട്. അതിൽ കൃത്യമായിട്ട് അതിൽ കാണിക്കുന്നുണ്ട് ആ കുട്ടി കണ്ണാടിയിൽ നോക്കിയിട്ട് അവളുടെ അവയവങ്ങളെ കാണുന്നത്. മാധവിക്കുട്ടി ഒരു പക്ഷെ അത് എഴുതിയിട്ടുണ്ട്. അതല്ലാതെ എത്ര പേര് ഇത് പറയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വരുന്നതിൽ ഇത് കുട്ടി ചോദിക്കുമ്പോൾ എന്ത് പറയണം, ഈ വാക്കുകൾ പോലും കുഞ്ഞിനോട് പറയാമോന്ന് അറിയില്ല. പക്ഷെ അതിന് വലിയ മാറ്റം വന്നിട്ടുണ്ട് ഈ ഒരു കാലത്ത്. ഇപ്പോഴത്തെ പാരന്റ്സ് ഓപ്പൺ ആണ്. എക്സ്പോഷറിന്റെ പ്രശ്നത്തിനേക്കാൾ ഉപരി ഇപ്പൊ ഒരു 10 കൊല്ലം അല്ല പോട്ടെ 20 കൊല്ലം മുൻപ് ഇപ്പൊ ബാംഗ്ലൂരോ ചെന്നൈയിലോ മദ്രാസിലോ ഒക്കെ പോയി പഠിച്ചിരുന്ന കുട്ടികൾക്ക് ഈ എക്സ്പോഷർ അന്ന് കിട്ടി. അതൊന്നും ഇവിടെ ഇല്ല, അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് പറയാൻ പറ്റില്ല. ഇപ്പൊ കുട്ടികൾക്ക് ചുറ്റും ഇത് വളരെ കോമൺ ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കമ്പാരിറ്റീവ് നോക്കിയാൽ ഫ്ലാഷിംഗ് ഒക്കെ എത്ര കുറഞ്ഞു. ഞാനൊക്കെ സ്കൂളിൽ പോകുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു അറിയാം. സ്കൂളിൽ സെക്ഷൽ എഡ്യൂക്കേഷൻ പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. CBSE കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് സെക്ഷൽ എഡ്യൂക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സിൽ പോയി എടുക്കുന്നുണ്ട് കുട്ടികളുടെ സ്കൂളിൽ. അറിയാം ഇതിപ്പോ ഇത്ര സംഭവമായിട്ട് ഞാൻ പറയട്ടെ. സെക്സ് എന്ന് പറയുന്നത് അതിൽ എന്താ സെക്സ് എന്ന് പറഞ്ഞാൽ? സെക്സ് എന്ന് പറഞ്ഞാൽ വാക്കിന് അർത്ഥമില്ലല്ലോ, മനസ്സിലായി. പറഞ്ഞപ്പോ നമുക്ക് വാക്കാണ് അതിന് മലയാളത്തിലെ ലൈംഗികത എന്നുള്ളൊരു സാധനമാണ്. ശരിക്കും സെക്സ് പറഞ്ഞ മെയിൽ അല്ലെങ്കിൽ ഫീമെയിലിന്റെ അർത്ഥമുള്ളൂ. നമ്മൾ സെക്സ് വാക്ക് കേൾക്കുമ്പോൾ ന്യൂഡിറ്റി ഓർക്കുന്നു, ആ സിനിമയിൽ കണ്ട് ഈ രംഗം ഓർക്കുന്നു, നമുക്ക് പ്രശ്നമാണ്. അത് ഞാൻ പറഞ്ഞ ലൈംഗികത സർട്ടിഫിക്കറ്റിൽ ഏതാ സെക്സ് എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല അത് നമ്മൾ തമാശക്ക് തന്നെ പറയല്ലോ, അയ്യോ സെക്സ് ചോദിച്ചു അപ്പൊ ഞാൻ ഇത് എഴുതാൻ പാടുമോ
എന്നൊക്കെ ചോദിച്ച് തമാശ പറയുന്ന ഒരു സാധനം. അതിലെന്ന് വെച്ചാൽ അതല്ല ആക്ച്വലി സെക്സ് എന്ന് പറയുമ്പോൾ മാൻ ഓർ വുമൺ ഓർ ട്രാൻസ് അതല്ല നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. സെക്സ് എന്ന് പറയുമ്പോൾ ലൈംഗികത, നിന്റെ അല്ലെങ്കിൽ എൻ്റെ ലൈംഗികതയെ കുറിച്ചുള്ള സംസാരം, അത് എത്രത്തോളം ഓപ്പൺ ആകാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ സൊസൈറ്റിയെ പ്രശ്നത്തിലാക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പൊ പറയുന്നു സ്കൂളിൽ ഇതുണ്ട് എല്ലാം ഉണ്ടെങ്കിലും ഇപ്പോഴും നമ്മുടെ ഒരു വിഭാഗം ആളുകൾ ചെറുപ്പക്കാരിൽ പോലും, അതായത് ചെറുപ്പക്കാരായ പാരന്റ്സ്, അവരിപ്പോഴും അതേ കാലത്തിൽ ജീവിക്കുന്നവരുണ്ട്. അത് നമ്മൾ കണ്ണടിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ആരും ഇല്ലെന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾ വന്ന് ചോദിക്കുമ്പോഴെങ്കിലും കറക്റ്റ് ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അതിനുള്ള നമ്മുടെ ഇൻഹിബിഷൻസിനെ മാറ്റി വെക്കുക. അതിനെ അവരെ ആരെ എഡ്യൂക്കേറ്റ് ചെയ്യും? നമ്മുടെ ഇങ്ങനത്തെ ഡിസ്കഷൻസ് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യും. അതാണ് അവിടുത്തെ പ്രശ്നം. അതായത് ഇപ്പൊ നമുക്ക് ഇപ്പൊ കേരളത്തിൽ തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് സെക്സ് എഡ്യൂക്കേഷൻ കേരള എന്ന് പറഞ്ഞിട്ട് ഇത് പഠിപ്പിക്കാൻ തന്നെ ഒരു NGO ഉണ്ട്. വളരെ ചീപ്പ് റേറ്റില് അവര് ക്ലാസ് പക്ഷെ അതൊക്കെ വലിയൊരു വെറുതെ ഫ്രീ ആയിട്ട് class പിന്നെ ഒരു പോയിന്റ് എന്താ വെച്ചാല്, പണ്ട് കാലത്തൊക്കെ വന്നിരുന്ന ഇന്റർവ്യൂസ് എന്ന് പറയുമ്പോൾ അത് ഒരു നമ്മളുടെ ഒരു ജനറേഷനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതായിരുന്നു. അപ്പോൾ പല കാര്യങ്ങളും കണ്ടിങ്ങനെ അറിവുകൾ കിട്ടും, അപ്പോൾ ഒരു നോളേജ് ഗെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റീൽ എടുത്തിട്ടൊന്ന് ഫേമസ് ആയി കഴിഞ്ഞാൽ അതാണ് ഈ കുട്ടികൾ കാണുന്നത്. അപ്പോൾ അവർക്ക് എവിടുന്ന് ഒരു സോഴ്സ് കിട്ടുന്നില്ല എന്ന് പറയാം. അതിനെ കുറിച്ച് അമൃതയ്ക്ക് എന്താ പറയുക? ഇപ്പം ഹനാൻ പറഞ്ഞ കണ്ടീഷൻ ആണെന്ന് വിചാരിക്കും. ഒരു കുട്ടി, ഇപ്പൊ എന്റെ കുട്ടി തന്നെ ഒരു റീല് കണ്ടു, ഒരു കണ്ടന്റ് കണ്ടു, ഭയങ്കരമായിട്ട് അതിനെ കുറിച്ച് ദേ ഗോട്ട് ഇൻസ്പയർഡ് എന്ന് വിചാരിക്കും. നൗ ദ സെക്കൻഡ് തിങ് ഹാസ് ടു ബി കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ ഞാനിത് കണ്ടു, ഇപ്പൊ പൂജ എന്റെ ഫ്രണ്ട് ആണെങ്കിൽ എടാ ഞാനിത് കണ്ടു, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് എനിക്ക് ചോദിക്കാൻ പറ്റണം. ഹനാൻ ഷുഡ് ബി അനദർ ഫ്രണ്ട്. ഐ മീൻ അങ്ങനെ ഒരു ഓപ്പൺ കോൺവെർസേഷൻ ഉണ്ടെങ്കിൽ ഹനാന്റെ പെർസ്പെക്ടീവ്സ് വരും, ഇദ്ദേഹത്തിന്റെ പെർസ്പെക്ടീവ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 8 പഠിക്കുമ്പോ ഗേൾസ് ആണ് മെയിൻ ആയിട്ട്, കുറച്ച് ബോയ്സേ ഉള്ളൂ. അവിടുന്ന് ഒരു കുട്ടിയാണ്, എനിക്ക് അന്ന് അവള് ഡോക്ടറാണ്. ഐ മീൻ എനിക്കത് അറിയായിരുന്നു, കാരണം വീട്ടിലത് ഓപ്പൺ കോൺവെർസേഷൻ ആണ്. പക്ഷെ പുള്ളിക്കാരത്തി വളരെ കറക്റ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞു എന്താണ് സത്യത്തിൽ ഈ ഇന്റർകോഴ്സ് എന്നുള്ള പ്രത്യേകത, എന്താ ഈ പ്രത്യേകത, ഐ മീൻ എന്താണ് അവർ ശരിക്കും ചെയ്യുന്നതെന്നുള്ളത് അവളാണ് പറഞ്ഞു തന്നത്. അവൾക്കത് എങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ അവളുടെ ഒരു കസിൻ ബ്രദർ MBBS സ്റ്റുഡന്റ് ആണ്. അപ്പൊ എന്ത് കോൺവെർസേഷൻ ഉണ്ടായി, ഷി ഗോട്ട് ഹർ പീരിയഡ്സ്. അന്ന് ഈ കല്യാണം ഒക്കെ ആയിട്ട് വലിയ അങ്ങനെ ഒരു ഹിന്ദുസിന്റെ ഒരു ഇതായിരുന്നു. അങ്ങനെ ഇവൾക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുത്തതാണ്. ഞാൻ അങ്ങനെ പറഞ്ഞല്ല കേട്ടോ, ഇപ്പൊ ഞാൻ ക്രിസ്ത്യാനാണ്, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു വലിയ കല്യാണ സെറ്റപ്പ് ഒന്നും ഇല്ല. മഞ്ഞൾ കല്യാണം, അങ്ങനെ എന്താ, അപ്പൊ അങ്ങനെയാണ് അവൾക്കത് മനസ്സിലായത്. അപ്പൊ അത് കേട്ടിട്ട് എന്റെ ദൈവമേ, അത് അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിച്ച് ബോധം കിട്ടുപോയ കുറെ പേര് ഞങ്ങളുടെ ക്ലാസ്സിലുണ്ടായിരുന്നു. അന്നത്തെ ഞാൻ പഠിക്കുന്ന കാലത്ത് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഈ ലെസ്ബിയൻ എന്ന് പറഞ്ഞ അങ്ങനെ അതിനു മുൻപ് പത്മരാജന്റെ സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായില്ല, ഞാൻ വരയ്ക്കുന്ന 2 കൂട്ടുകാരികൾ പോയതല്ലേ, അറിയില്ല. എന്നാ എന്റെ അച്ഛനാണെങ്കിൽ എല്ലാ പുസ്തകങ്ങളും നമ്മളുടെ കൺമുന്നിൽ, ഞാൻ എല്ലാ പ്രസിദ്ധീകരണങ്ങളും വായിക്കുമായിരുന്നു. അന്നൊക്കെ മറ്റുള്ളവരൊക്കെ നമ്മളെ കുറ്റം പറയും, പക്ഷെ അച്ഛൻ പറയും ഒരുപക്ഷെ അവളുടെ വായന തുടങ്ങുന്നത് അവിടെ ഇരിക്കും, ലെറ്റർ. അപ്പൊ നമ്പൂതിരിയുടെ വരകൾ മാതൃഭൂമിയിലൊക്കെ വന്നു. അപ്പൊ ഇങ്ങനെ ന്യൂഡിറ്റിയാണ്, മാധവിക്കുട്ടിയുടെ പടങ്ങള്. അപ്പൊ എന്റെ അമ്മ പറയും ഈ മനുഷ്യൻ ഈ പിള്ളേരെ ചീത്തയാക്കും, അതൊക്കെ ഇങ്ങനെ ഓപ്പൺ ആക്കി വെക്കാമോ എന്ന് അമ്മ ചോദിക്കുമായിരുന്നു. പക്ഷെ അച്ഛൻ അത്രയും ഓപ്പൺ ആയിട്ട് പോലും ഇത് എനിക്ക് അറിയില്ലായിരുന്നു. അതിന്റെ അർത്ഥം നമ്മുടെ വീട്ടിൽ അത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നില്ല എന്നുള്ളത്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാ. നമ്മള് ഒരു പരിധി വരെ നമ്മൾ കുട്ടികളോട് ഇത് പറയുമ്പോ കുട്ടിക്ക് അതും കൂടെ മനസ്സിലായെന്ന് നമ്മൾ അങ്ങ് വിചാരിച്ചു. അല്ല, ഇതിന്റെ വേറൊരു പ്രശ്നം കൂടി ഇപ്പൊ പറഞ്ഞല്ലോ, ജോക്കർ സിനിമയില് ഈ പാരന്റ്സ് തമ്മിലുള്ള ഈ ലൈംഗികത, ഇന്റർകോഴ്സ്, അത് കുട്ടി കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ സമയത്ത് ആ പരിസരത്തെങ്ങാനും കുട്ടി നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ കാണുന്നെങ്കിൽ പോലും അവർ പലതും കേൾക്കുന്നുണ്ടായിരിക്കും. അത് ആ കുട്ടിയുടെ ഒരു മെന്റലി അത് ഏത് രീതിയിലായിരിക്കും, നെഗറ്റീവായിട്ടായിരിക്കും പോസിറ്റീവായിട്ടായിരിക്കും അതിന് ഇമ്പാക്ട് ഉണ്ടാക്കുക? നെഗറ്റീവും പോസിറ്റീവായിട്ട് രീതിയിൽ ഇമ്പാക്ട് ചെയ്യാറുണ്ട്. പക്ഷെ നെഗറ്റിവിറ്റിയാണ് ഏറ്റവും കൂടുതൽ. കാരണം ഇപ്പൊ തന്നെ ഒരുപാട് പേര് പറയാറുണ്ട് എനിക്ക് സെക്സ് ചെയ്യാൻ പറ്റാറില്ല, ബിക്കോസ് അത് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരും. 1. 2 പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം ഞാൻ എന്റെ അമ്മയോട് ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണല്ലോ ഇയാള് എന്ന് വിചാരിച്ചിട്ട് എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല. എന്റെ അമ്മേനോട് ഇങ്ങനെയൊക്കെ ചെയ്തൊരു മനുഷ്യൻ അന്ന് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യുന്നു, ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതാണ് ഉദ്ദേശം. ഇപ്പോഴും എനിക്കൊരു ഷീ ഹാസ് ലൈക്ക് 4 പിള്ളേരുണ്ട് ഇപ്പോഴും. പക്ഷെ ഇപ്പോഴും പറയും എനിക്ക് പേടിയാണ് ആ റൂമിൽ കയറുമ്പോ, എനിക്ക് അന്നത്തെ ആ ഒരു ശീൽക്കാര സ്വരങ്ങളാണ് ഓർമ്മ വരിക എന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഇറ്റ്സ് ഓൾ ട്രോമ. പക്ഷേ അതിന്റെ കൂടെ തന്നെ ഇപ്പൊ കഴിഞ്ഞ നാള് പറയാവുന്ന അറിഞ്ഞൂടാ, 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഇപ്പൊ ഞങ്ങൾ 2 7th സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഞാൻ എന്റെ പാരന്റ്സിന്റെ വീഡിയോ എടുത്ത് ഇവൾക്ക് അയച്ചു കൊടുത്തു. ഷീ സെൻഡ് ദ സെയിം ടു മീ. അങ്ങനെ ഒരു കേസ് ഉണ്ട്. അപ്പൊ ക്ലാസ് നോട്ട്സ് എന്തോ കിട്ടാതിരുന്ന സമയത്ത് അമ്മ എടുത്ത് നോക്കിയപ്പോ ഡിലീറ്റ്, ഇങ്ങനെ 10-20 ഫോട്ടോ ഡിലീറ്റ്.
ഇവിടെയും ഡിലീറ്റ് അവിടെയും ഡിലീറ്റ് അങ്ങനെ കണക്ട് ചെയ്ത് അവര് ഫിഗർ ഔട്ട് ചെയ്തു. സോ ദീസ് ആർ ഓൾ തിങ്സ് ഹാപ്പനിങ് നൗ. അല്ല ഇതിപ്പോ സ്മിത ചോദിച്ച പോലെ തന്നെ ഇത് എങ്ങനെയാണ് എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റുന്നത്? ബി ഓപ്പൺ ആക്ച്വലി കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ, കണ്ട കുട്ടിയുടെ പ്രായം ഒരു 5 വയസ്സിന് താഴെയാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക, മക്കളെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ ഫൈറ്റ് ഒന്നും ചെയ്യാറുന്നില്ല, വി വർ ഹാവിങ് എ പ്ലേ, നമ്മൾ കളിക്കായിരുന്നു കേട്ടോ. ഞാൻ അച്ഛനെന്റെ മോളി കയറി, അച്ഛന്റെ മോളി അമ്മ കയറി, അങ്ങനെ ഒരു കളിയായിരുന്നു എന്ന് സ്നേഹമാണ്. അത് ഞങ്ങൾ സ്നേഹമായിട്ട് കളിച്ചതാണ് കേട്ടോ. പക്ഷെ അത് അച്ഛനും അമ്മയും മാത്രം കളിക്കുന്ന കളിയാണ്, നിങ്ങൾ പോയി കളിക്കരുത്. അപ്പൊ ഇനി അതെന്താ അച്ഛനും അമ്മയും മാത്രം കളിക്കുന്ന കളി എന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് മുകളിലേക്ക് പഴന്ന് കയറണം. ഇപ്പൊ യൂട്യൂബ് ആയതുകൊണ്ടും ഫുള്ളിങ്ങനെ എല്ലാവരും ഇപ്പൊ ചിലപ്പോ ഒരു 10 വയസ്സുകാരൻ കണ്ടു കഴിഞ്ഞാൽ അതും ഉള്ളത് കൊണ്ട് അല്ല, അതൊരു ചെറിയ കാര്യമല്ല, നമ്മൾ ഇതിനെ വിചാരിക്കുന്ന അത്രയും ചെറിയ കാര്യമല്ല പലപ്പോഴും. അതിലും ഒരു ഓപ്പൺനെസ് ഉണ്ടാവണം നല്ലായിരിക്കും. മുട്ട എന്താ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ഭയങ്കരമായിട്ട് ഞാൻ എങ്ങനെയാ വന്നത് എന്ന് അമ്മയോട് ചോദിച്ചപ്പോ എന്നൊക്കെ പറഞ്ഞ് മാങ്ങ കഴിച്ചതിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി ഞാൻ ഉണ്ടായി. അതിന്റെ ആവശ്യമുണ്ടോ? തുറന്നു പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞിടത്തെന്ന് വെച്ചാൽ അമ്മയുടെ വയറ്റിലൊരു മാജിക്കൽ പൗച്ച് ഉണ്ട്, അത് അപ്പയുടെ വയറ്റിലില്ല. ഓക്കെ, അത് യൂട്രസ് എന്നാണ് പേര്. നിങ്ങൾ രണ്ടുപേരും അതിനകത്തു നിന്നാണ് വന്നത്. അമ്മയ്ക്ക് യൂട്രസ് ഉള്ളതുകൊണ്ട് അമ്മയുടെ അടുത്തുനിന്ന് വന്നു, അപ്പയ്ക്കായിരുന്നു യൂട്രസ് എങ്കിൽ അപ്പ എടുത്ത് വന്നാനെ. സിമ്പിൾ. അതിനകത്ത് എല്ലാം കവറാണ്. ഇപ്പൊ ട്രാൻസ്പേഴ്സണും കവർ ആയി. ഇപ്പൊ സോറി ടു ഇന്ററപ്റ്റ്, ഇംഗ്ലീഷുകാരുടെ ഒക്കെ വീഡിയോസ് കാണാം. അപ്പൊ ഇവരെന്താ വെച്ചാ ഈ കുട്ടികൾ ചോദിക്കുന്ന വീഡിയോസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ജസ്റ്റ് അവര് വളരെ സിമ്പിൾ ആയിട്ട് പറയാ, അമ്മയ്ക്കും അപ്പയ്ക്കും എഗ്സ് ഉണ്ട്, അപ്പൊ എഗ്സ് തമ്മിൽ കൂടിച്ചേരുമ്പോ ഇങ്ങനെ മോനാവുകയാണ്. അപ്പൊ അങ്ങനെ വയറിനുള്ളിന്ന് വോമ്പ് വയറിനുള്ള. അപ്പൊ വളരെ ലോജിക്കലി അത് പറഞ്ഞു കൊടുത്തു. അമൃതയുടെ ഇതുപോലെ കൺസൾട്ടേഷൻ ഇതുപോലെ ഇത് കണ്ട് മെന്റലി വല്ലാതെ ഡൗൺ ആയി ഒരു ലൈഫ് ലോങ് ഇങ്ങനെ പേടിച്ചിരിക്കുന്ന ആ പ്രശ്നമായിട്ട് വന്ന ടീനേജേഴ്സ് ഉണ്ടോ? ടീനേജേഴ്സ് ഇപ്പോഴും എനിക്കിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ആക്ച്വലി കൺസൾട്ടേഷൻ ആസ് സച്ച് അങ്ങനെ ചെയ്യാറില്ല, നാളെ ചൈൽഡ് സൈക്കോളജിസ്റ്റ്. എനിക്ക് കഴിഞ്ഞ ദിവസം വന്നിട്ട് ഞാൻ റെഫർ ചെയ്ത് വിടുക ചെയ്ത്. ആ കുട്ടി കംപ്ലൈന്റ് വന്നത് ആക്ച്വലി പാരന്റിങ് സെഷന് പാരന്റ്സ് ആണ് വന്നത്. കുട്ടി ഇപ്പൊ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു, ഞങ്ങളുടെ ഇടയിലല്ലാതെ ഈ കുട്ടി കിടന്നുറങ്ങില്ല, അതാണ് പ്രശ്നം. അപ്പൊ അതാണ് പ്രശ്നം, വേറെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങളുടെ ഇടയിലല്ലാതെ ഇവൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതിപ്പോ ഞാനും ഹസ്ബൻഡും തമ്മിൽ വലിയ വഴക്കായി, ഡിവോഴ്സിന്റെ വക്കിലേക്ക് എത്തി. കാരണം ഇറ്റ്സ് ബീൻ സോ മെനി ഇയേഴ്സ്. ഇവള് ഒരു സ്ഥലത്തും പോവില്ല. അത് നമ്മൾ പുറത്തുള്ളവരെ കണ്ടു പഠിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. നമ്മള് ഭയങ്കര പാരന്റിങ് ആണ്. എന്റെ അമ്മ ഇപ്പോഴും എന്നെ പാരന്റ് ചെയ്യാൻ. ആക്ച്വലി അതല്ല റീസൺ, അതല്ല റീസൺ വെച്ച് കഴിഞ്ഞാൽ ഞാനപ്പോ കുട്ടികളുടെ മോളെ എനിക്ക് നിന്നെ കൗൺസിൽ ചെയ്യാൻ അങ്ങനെ പറ്റില്ല, ആന്റിയുടെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ ഗൈഡ് ചെയ്യാം, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് നമ്മളെന്തോ വളരെ നോർമൽ ആയിട്ടൊരു കോൺവെർസേഷൻ ഇരുന്നപ്പോ ആ കുട്ടി ഇങ്ങനെ എന്റെ ഒരു ഇത് വന്നതിന് ശേഷം പറയാണ്, ആന്റിക്ക് അറിയോ ഞാൻ ആക്ച്വലി അമ്മയും അച്ഛനും ഇന്റർകോഴ്സ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. വെൻ ഐ വാസ് ബാക്ക് ഇൻ 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുമ്പോ ഞാൻ പേടിച്ചു പോയി. അത് ഒഴിവാക്കാനാണ് ഈ കുട്ടി ഇടയ്ക്ക് കയറി കിടക്കുന്നത്, വേറെ കുഴപ്പമൊന്നുമില്ലേന്ന്. അപ്പൊ ഞാൻ ഇപ്പൊ നിനക്ക് ഇത്ര വലുതായല്ലോ, എനിക്കിതൊക്കെ അറിയാലോ, എനിക്കിതൊക്കെ അറിയാം. ഐ ഹാവ് ബോയ് ഫ്രണ്ട്സ്. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പൊ ഞാൻ ഇരുന്ന് അടുത്ത് കയറി കിടക്കും, അപ്പൊ ഇവര് ചെയ്യില്ലല്ലോ. അതാണ് ലോജിക്കൽ. അല്ല, കുട്ടികൾക്ക് അതൊരു ഇഷ്ടക്കേട് പോലെ വരും. പേരൻസിന് ആ രീതിയിൽ അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. അതാണ് സത്യം. പോസസീവ് ആവും നമ്മള്. അപ്പൊ കൂടുതലായിട്ടൊരു ഇന്ററാക്ഷൻ വരുമ്പോഴേ ഇപ്പൊ എന്റെ പാരന്റിന് ഞാൻ നേരത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, നമ്മുടെ ഈ പേരന്റിങ് എന്ന് പറയുന്ന ഒരു പേരൻസിന് കുട്ടികളോടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ കുറഞ്ഞു വരുന്നു. അധ്യാപകർക്കും കുട്ടികളോടുള്ള കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത. അതായത് ഈ സോഷ്യൽ മീഡിയയുടെ ആധിക്യം കൂടുതലായിട്ട് പ്രസരിച്ചപ്പോൾ ഈ അവര് ആ ഒരു മൊബൈലിന്റെ ഇതിലേക്ക് പോവുകയും കുട്ടികളെ മനസ്സിലാക്കാത്ത ഒരു അന്തരീക്ഷം കുടുംബത്തിൽ സംജാതമാകും. അല്ല, ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, സാറ് പറഞ്ഞൊരു സംഭവമല്ലേ, ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ അച്ഛനും മകനും തമ്മിൽ മിണ്ടില്ലായിരുന്നു അല്ലെ, മകനും അമ്മയും തമ്മിലായിരുന്നു സംസാരം, അച്ഛനും മകനും തമ്മിൽ യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലായിരുന്നു. മകന് പറയാനുള്ളതെല്ലാം മകൻ അമ്മയോട് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. അന്നും സോഷ്യൽ മീഡിയ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എനിക്കൊന്ന് ഈ സോഷ്യൽ മീഡിയ വന്നപ്പോ ഈ അച്ഛനും മകനും ഈ എന്താ പറയാ, നമ്മളൊരിക്കലും അവരെ ഈ പഠിപ്പിക്കാൻ പോവുക ഞാനൊരു അച്ഛനാണ് ഞാനൊരു അമ്മയാണ് എന്ന റോളിൽ അവരെടുത്തോട്ട് ചെല്ലുകയാണെങ്കിൽ അവരിതുപോലെ മൈൻഡ് ചെയ്യാതെ അവരെ വരെ വഴിക്കാൻ. എനിക്ക് തോന്നുന്നതെന്നറിയോ, ഈ കുടുംബത്തിലുള്ള അംഗങ്ങളുടെ പരസ്പരമുള്ള ഇടപെടലുകളുണ്ടല്ലോ, അപ്പം അത് ഈ കുട്ടികൾ പുറത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ വേറെ ചില പ്രശ്നങ്ങളിലേക്കും അതുപോലെ തന്നെ ഈ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടുന്ന അങ്ങനെയുള്ള റീൽസിൻ്റെ പുറകെ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്
ഈ നമുക്ക് കുടുംബത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്ന സ്നേഹം കൃത്യമായിട്ട് കിട്ടാത്തതിന്റെ ഒരു അഭാവത്തിലാണ് അവരങ്ങനെ പോകുന്നത്. അപ്പൊ പ്രണയത്തിലേക്കും പോകുന്നത് അങ്ങനെ തന്നെയാണെന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ്. അതായത് നമ്മൾ ഈ അതായത് മക്കളും ആ അച്ഛനമ്മമാരും തമ്മിലുള്ള ആ ഒരു റിലേഷൻ, അപ്പൊ അതായത് മക്കളുടെ കാര്യങ്ങൾ ഒന്നും അറിയാത്തതായിട്ട് അച്ഛനമ്മമാർക്ക് ഉണ്ടാവില്ല, അച്ഛനമ്മമാരുടെ കാര്യങ്ങൾ അറിയാത്തതായിട്ട് മക്കൾക്കും ഉണ്ടാവില്ല എന്നുള്ള ഒരു തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയൊരു അവസ്ഥ എന്ന് പറയുന്നത്. അച്ഛന്റെ അമ്മയുടെ സ്നേഹം അറിഞ്ഞു വളർന്നു, അത് വേറൊരു സ്നേഹം. എന്നാൽ പ്രണയം ഉണ്ടായി കഴിഞ്ഞാൽ പ്രണയത്തിനും വീട്ടുകാർക്ക് പ്രോത്സാഹിപ്പിച്ചൂടെ? അതായത് ട്രാൻസ്പെറന്റ് ആയിട്ട് ഇപ്പൊ ആ പയ്യനെ വീട്ടിൽ വരാൻ അനുവദിക്കും. എന്റെ വീട്ടിലാണെങ്കിൽ എനിക്കൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ ആ പയ്യനെ വീട്ടിൽ വരാം. അതാണ് എന്റെ വീട്ടിലെ ഫ്രീഡം എന്ന് പറയുന്നത്. വേണ്ടത്. എന്നിട്ട് അവര് ജഡ്ജ് ചെയ്യും, ഇവനൊരു പോരായ്മ ഉണ്ട്, ഇവന് ശരിയല്ല കേട്ടോ എന്നുള്ള രീതിയിലുള്ള ഒപ്പീനിയൻ അവിടുന്ന് വരും. അതാണ് വേണ്ടത്. പേരന്റിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. കാരണം ഞാൻ ഈ കുട്ടികളെ കൈകാര്യം ചെയ്യുമ്പോൾ എനിക്ക് പലപ്പോഴും അതായത് ഈ രക്ഷകർത്താക്കൾ നമ്മുടെ കുട്ടികളെ കാണാനായിട്ട് സ്കൂളിലൊക്കെ വരാറുണ്ട്, വന്നിട്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവർക്ക് പലപ്പോഴും ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ മാതാപിതാക്കൾ പഠിക്കണം എന്ന് മാത്രമേ പറയുള്ളൂ. അവരുടെ വൈകാരികമായിട്ടുള്ള അവരുടെ ആ മനസ്സിന്റെ പ്രത്യേകതകളെ കുറിച്ച് മനസ്സിലാക്കാനോ അവർക്ക് വേണ്ടത് എന്താണെന്ന ഒന്ന് തിരിച്ചറിയാനോ ഉള്ള ഒരു കാര്യം പോലും അവർ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ കുട്ടികളെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കും കുട്ടികൾക്ക് വളരെ അനിശ്ചിതാവസ്ഥയാണ്. അപ്പൊ അത് വേറൊരു കാര്യമുണ്ട് അതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു അവസ്ഥ കുടുംബത്തിൽ സംജാതമാകുന്ന കുട്ടികളാണ് സ്കൂളിലേക്ക് വരുന്നത്. അപ്പൊ എല്ലാ അധ്യാപകരും നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിൽ അധ്യാപകരെല്ലാം വ്യത്യസ്തരാണ്. അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണ്, ഈ സ്കൂളിൽ വെച്ചിട്ട് ഒരു ടീച്ചർ ഒരു കുട്ടിയെ തല്ലിയപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഞാൻ ഉൾപ്പെടെയുള്ളവർ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു സതീഷ് സാറ് തല്ലിക്കോ കുഴപ്പമില്ല, പക്ഷെ ടീച്ചർ എന്നെ തല്ലാൻ പാടില്ല. അപ്പോൾ ടീച്ചർ തല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്താണെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പൊ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന രീതി, അതായത് അവരെ ശിക്ഷിക്കുന്നു, അവരെ കളിയാക്കുന്നു, അപ്പൊ ആ ഒരു തലത്തിലേക്ക് മാത്രം മാറുന്നു. പക്ഷെ ശരിക്കും പഠിപ്പിക്കാത്ത ഒരു അന്തരീക്ഷവും സംജാതമാകുന്നു. ഈ രണ്ടു വരുമ്പോഴത്തേക്ക് ഒരു റിബലായിട്ട് കുട്ടികൾ മാറുകയാണ്. വീട്ടിൽ ഇങ്ങനെ ഒരു അവസ്ഥ, പഠിക്കുന്ന സ്കൂളിൽ ഇങ്ങനെ ഒരു അവസ്ഥയും വരുമ്പോ ഈ സ്നേഹം കിട്ടാതെ കുട്ടികളുടെ ചിന്തകൾ മറ്റു ചില കാര്യങ്ങളിലേക്ക് വ്യാപരിക്കുന്നതുകൊണ്ടാണ് അവർ ഈ പ്രണയം പോലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. അല്ല, ഈ പറഞ്ഞ പോലെ പ്രണയം മോശമല്ല കേട്ടോ സാർ. ഞാൻ നേരത്തെ പറഞ്ഞു വന്ന പോയിന്റ് അതായിരുന്നു. പ്രണയം മോശമല്ല. ചാടിക്കേറി കല്യാണം ഇപ്പോൾ ആധുനിക തലമുറയിലെ കുട്ടികൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നതെല്ലാം മനോഹരമാണ്, നമ്മൾ നേരിട്ട് കാണുന്ന എല്ലാം മനോഹരമാണ്. പക്ഷേ ഈ ഞാൻ കുട്ടികളോട് പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ വായിക്കണം, കൂടുതൽ വായിക്കണം. ഏറ്റവും കൂടുതൽ നമ്മളുടെ ഹൃദയത്തെ ആകർഷിക്കുന്ന ഒട്ടേറെ പുസ്തകങ്ങളുണ്ട്. അങ്ങനെ കിട്ടുന്ന ഒരു സ്നേഹത്തെ കുറിച്ചുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാടുണ്ട്. ഈ സ്നേഹവും പ്രേമവും, ഈ പ്രേമം എന്ന് പറയുന്നത് പ്രണയവുമായി ബന്ധപ്പെട്ടതാണ്. ഈ സ്നേഹത്തിനും പ്രേമത്തിനും വ്യത്യസ്തമായ അർത്ഥങ്ങളാണ്. പുറമേ കണ്ടുള്ളത് സ്നേഹവും ഉള്ളിലെ സൽഗുണങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളത് സ്നേഹവുമാണ്. അപ്പൊ സ്നേഹമാണെങ്കിൽ ആ ബന്ധം പവിത്രമായിട്ട് നിലനിൽക്കും. നാം ഈ പറയുന്ന പോലെ ലിവിങ് ടുഗദർ എന്ന സംസ്കാരത്തിലേക്ക് പോകത്തില്ല. അതായത് അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലേക്കോ അതിനുള്ള ഒരു അന്തരീക്ഷം നമ്മളുടെ സമൂഹം നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കുന്നു. ഞാൻ ബസ്സിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഈ കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ബസ്സിൽ ഇരുന്നിട്ട്, ഇപ്പം ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ചിലപ്പോൾ ബൈക്കിനായിരിക്കും ഞാൻ പോവുക, ചിലപ്പം ഞാൻ ബസ്സിനായിരിക്കും പോവുക. അപ്പം ഈ പ്രൈവറ്റ് ബസ്സിൽ കയറുന്ന പിള്ളേർ ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നവരാണെങ്കിലും മറ്റേ റെഗുലർ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഈ ആൺകുട്ടിയുടെ അടുത്ത് നിന്ന് പെൺകുട്ടി ഇരിക്കും, എന്നിട്ട് കൈ പിടിച്ച് അവരുടെ ഇതിലേക്ക് വെക്കും. ഒരിക്കൽ ഞാൻ പ്രതികരിച്ചതാണ്, കാരണം കൈ പിടിച്ച് മരളിലേക്ക് വെക്കും. അവരുടേതായ ലോകത്തിലാണ് നിൽക്കുക. അപ്പോൾ കൂട്ടുകാരികൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവർ എഴുന്നേറ്റ് കൊടുക്കും ഇവൻ്റെ അടുത്തിരിക്കാനായിട്ട്. എന്നിട്ട് ഞാനൊന്ന് ശ്രദ്ധിച്ചപ്പോൾ ഈ പോകുന്ന വഴി മുഴുവനും ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ ശാരീരികമായിട്ടുള്ള പ്രത്യേകതകളാണ് മുഴുവൻ കാണുന്നത്. ഞാൻ അതിനെ പ്രതികരിച്ചതാണ്. അപ്പൊ ഇതിപ്പം ഇത്രയും പേര് കാണുന്നുണ്ട്, പക്ഷെ ആരും അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല. അപ്പൊ നമ്മൾ മൗനിയായിരിക്കുന്ന സമയത്താണ് ഇവരുടെ ഈ പ്രത്യേകതകൾ കൂടുന്നത്. അല്ല സാറ്, ഈ ലിവിങ് ടുഗദർ ഒക്കെ വളരെ അപകടം പിടിച്ചൊരു സംവിധാനമാണെന്നാണ് സാറ് പറഞ്ഞു വെക്കുന്നത്. അല്ല സാർ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ രണ്ടുപേര് ചായ കുടിക്കാനായിട്ട് പാശ്ചാത്യ സംസ്കാരം അടിപൊളിയായിട്ടുള്ള ഞാൻ ചോദിക്കട്ടെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. നമ്മുടെ നാടിന്റെ സംസ്കാരം അതായത്
എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു സ്ട്രേഞ്ചർ ചായ കുടിക്കാനായിട്ട് വീട്ടിൽ വരുന്നു, സംസാരിക്കാനായിട്ട് ഒരു 5 മിനിറ്റ് സമയം, അത് കഴിഞ്ഞ് കല്യാണം, മാല ഇടുന്നു, റൂമിലേക്ക് കയറ്റി വിടുന്നു, പിന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അപ്പൊ ഇത് രണ്ട് തരം സംസ്കാരങ്ങളാണ്. പിന്നെ സാറ് പറഞ്ഞ ഒരു പോയിന്റിനെ ഞാൻ അനുകൂലിക്കുന്നു. കാരണം ഇപ്പോഴത്തെ പിള്ളേർക്ക് പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് ആണ്. പക്ഷെ യഥാർത്ഥത്തിൽ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം സ്നേഹം തോന്നി, മനസ്സിലാക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്ത് കെയർ ചെയ്യുന്ന ഒരു സ്റ്റേജ് അതിനുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേര് എന്താ പറയാ, ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ബ്രസ്റ്റ് സൈസ്. അപ്പൊ എന്തുകൊണ്ടാണ് പിള്ളേര് ഈ സൈസിനെ കുറിച്ചൊക്കെ അവെയർ ആയിരിക്കുന്നത്? കാരണം എല്ലാന്നുണ്ടെങ്കിൽ എന്നെ പ്രണയിക്കാൻ വരുന്ന ആൾക്ക് ചിലപ്പോൾ എന്നോട് അട്രാക്ട് ആവില്ല. അപ്പൊ ഫിസിക്കൽ അട്രാക്ഷനിലാണ് ഇപ്പോഴത്തെ ജനറേഷൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവർക്ക് എന്തുകൊണ്ടാണ് പരസ്പരം, ഇപ്പൊ ഇത് കേൾക്കുന്ന ഒരു ജനറേഷൻ ഈ ഒരു പോയിന്റ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. പ്രണയവും ഇൻഫാറ്റുവേഷനും വേറെയാണ്. പക്ഷെ മോസ്റ്റ്ലി ഇവിടെ 90% എന്താ പറയാണ്, പ്രണയമാണ് നടക്കുന്നത്. ഇനി ലിവിങ് ടുഗദറിൽ തന്നെ സാറിന് അങ്ങനെ അങ്ങോട്ട് അടച്ചാക്ഷേപിച്ച് ആ ഒരു കാറ്റഗറിക്കാരെ കുറ്റം പറയാൻ പറ്റില്ല. പരസ്പരം സ്നേഹിച്ചും പരിചരിച്ചും ഡിപ്പെൻഡ് ചെയ്തും കഴിയാണ്. പിന്നെ ഒരു പുരുഷൻ, ഒരു സ്ട്രേഞ്ചർ ആദ്യ രാത്രിയിൽ മുറിയിൽ വരുന്നു, ചായ തരുന്നു, മാലയിടുന്നു, അങ്ങനെ പിന്നെ അതിനുശേഷം എത്ര പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട്? അങ്ങനെ ഒരു ജീവിതം തുടങ്ങിയിട്ട് എത്ര പേര് സൂയിസൈഡ് ചെയ്യുന്നുണ്ട്? ഞാൻ ചോദിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ അതിന് വാലിഡ് ആയിട്ടുള്ള ഒരു റിപ്ലൈ വേണം. ഇത്രയും ഇത് പറഞ്ഞുകൊണ്ട് അല്ല, ഞാൻ മുഴുവിപ്പിച്ചില്ല. അല്ല, ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു സൈഡ് പറയാണ്. അപ്പോൾ അതിന് ഒരു വാലിഡ് ആയിട്ടുള്ള എന്താ പറയാ, ഒരു ആൻസർ എനിക്ക് വേണം. അപ്പൊ ഇനി ഈ ലിവിങ് ടുഗദർ എന്ന് പറയുന്ന സ്ട്രക്ചറിൽ പോകുന്നവർ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യുന്നത്? അത് അവരുടെ ഇൻസെക്യൂരിറ്റീസ് ആണ്. കുറച്ചു കാലം കഴിഞ്ഞ് മാലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കല്യാണം ഇങ്ങനെ ലോക്കായിട്ട് ഇങ്ങനെ നിർത്തിയിട്ട് നമുക്ക് എന്താ പറയാ, ഇപ്പോ ഈ പാർട്ട്ണർ കൂടെ, അതായത് ആദ്യം നമ്മളോട് സ്നേഹം ഭാവിച്ച് നമ്മളുടെ അടുത്ത് മീറ്റിങ്ങിനും ഡേറ്റിങ്ങിനും ഒക്കെ, ഇപ്പോഴത്തെ ലാംഗ്വേജ് ആണല്ലോ ഡേറ്റിംഗ്, അതിനൊക്കെ വരുന്ന പുരുഷൻ ആദ്യമായി പെരുമാറുന്ന അവന്റെ മുഖം, പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ആദ്യത്തെ 3 മാസമുള്ള അവന്റെ പെരുമാറ്റം, അവന്റെ വ്യക്തിത്വം, അവനെ നമുക്ക് ഒരിക്കലും പിന്നെ ജീവിതത്തിൽ അതുപോലെ കാണാൻ കഴിയില്ല. റയർ ആയിട്ടായിരിക്കും അവനെ കാണാൻ കഴിയുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരു ഇൻസെക്യൂരിറ്റീസ് വരും. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഒരു 1 ഇയറും 2 ഇയറും കഴിയുമ്പോഴാണ് ഇതൊക്കെ ടോക്സിക് ആണോ, അതോ ഇതൊക്കെ നമുക്ക് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് ആണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ വരികയാണ്. അപ്പോൾ അത് തന്നെ നമ്മുടെ സൊസൈറ്റി ഒരു മാരേജ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ ആ സിസ്റ്റത്തിൽ പല പല ഇടിവുകളും പിഴവുകളും, കൊല കുത്തി, ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിലെ ജനറേഷൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ജനറേഷന് ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരികയാണ്. ഓക്കെ, 1 ഇയറോ 2 ഇയറോ കഴിഞ്ഞിട്ട് ഇത് ഒരുമിച്ച്, അത് പരസ്പരം സ്നേഹമില്ലാതെ അല്ല, അത് അല്ലെങ്കിൽ അട്രാക്ഷൻ കൊണ്ട് മാത്രം ലിവിങ് ടുഗദർ തുടങ്ങുന്ന ഒരു കാറ്റഗറി അല്ല. പരസ്പര സ്നേഹവും പരിചരണവും ഇഷ്ടം, നമുക്ക് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് മുന്നോട്ട് പോകുന്നതിൽ എന്താണ് തടസ്സം വരിക? പക്ഷെ ടോക്സിക് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മൾ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് നമുക്കൊരു എന്താ പറയുക, ഇതിവിടെ വേണം. ഇപ്പൊ റെസെന്റ്ലി വിഭജിക എന്ന് പറയുന്ന ഒരു കുട്ടി, അവര് വിവാഹം കഴിഞ്ഞ് വന്ന ആദ്യ ദിവസം നാത്തൂനായിട്ടുള്ള പെൺകുട്ടി എന്താണ് 3 മണിക്ക് എഴുന്നേൽപ്പിച്ച് അവരെ കൊണ്ട് ഭക്ഷണം വെപ്പിക്കുന്നു, പിന്നെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നു. അപ്പൊ ഈ ആൺകുട്ടിക്ക് എന്തുകൊണ്ട് അവിടെ വീട്ടിലുണ്ടാകുന്ന ആഹാരം ഉണ്ടാക്കുന്നതിലും ഷെയർ ചെയ്യുന്നതിനൊന്നും ഉത്തരവാദിത്തങ്ങളില്ല? ഹനാൻ പറഞ്ഞു സാറേ, ഈ പരിപാവനമായ കുടുംബ സമ്പ്രദായത്തിൽ വളർന്ന് ഭാരത സംസ്കാരത്തിലൂടെ ജീവിച്ച പെൺകുട്ടികളുടെ അവസ്ഥയാണ് പറയുന്നത്. അപ്പൊ അല്ല, ഇതൊരു ലക്കി ലോട്ടറി പോലെയാണ് സാർ. ഞാൻ പറയട്ടെ, ഇതൊരു ലക്കി ലോട്ടറി പോലെയാണ്. ഏത് വ്യവസ്ഥിതിയിലും ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഉണ്ടാവും. പക്ഷെ ഒരു ന്യൂനപക്ഷത്തിന്റെ പ്രത്യേകത കൊണ്ട് ഒരു ഭൂരിപക്ഷത്തെ നമ്മൾക്ക് അടച്ച് അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. എന്നാ ഒരൊറ്റ ചോദ്യം, സോകോൾഡ് ഐഡിയൽ മാരേജ് എന്ന് നമ്മൾ പറയുന്നതില് എത്ര മാരേജിൽ ഹാപ്പി ആയിട്ടുള്ള ദമ്പതികൾ ജീവിക്കുന്നുണ്ട്? അല്ല ഉണ്ടല്ലോ, നല്ല രീതിയിൽ. ഞാൻ പറയുന്നത് ഭാര്യ, മക്കൾ, അപ്പൂപ്പൻ, അമ്മൂമ്മ, കൂട്ടുകുടുംബ സമ്പ്രദായം ഒരു കാലത്ത് നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അല്ലേ? എനിക്ക് തോന്നി കൂട്ടുകുടുംബ സമ്പ്രദായം എന്നാണോ തീർന്നത്, എന്നാണോ അവസാനിച്ചത്, അന്ന് മുതൽ നമ്മുടെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കൂട്ടുകുടുംബ സമ്പ്രദായത്തിൽ നന്നായിട്ട് പോവാത്ത കൂട്ടുകുടുംബങ്ങളുണ്ട്. അതുകൊണ്ട് സാർ നമ്മളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ സിസ്റ്റം നന്നായിട്ട് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു സിസ്റ്റം അങ്ങ്, അതായത് ഒരു റൂളായിട്ട് ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തുകൊണ്ടൊന്നും അത് നന്നായിട്ട് പോകില്ല. ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങളില് ഈ കമ്മ്യൂണിക്കേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മുടെ കുടുംബങ്ങളിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടത് കൊച്ചുകുട്ടികളോടും പ്രായമായവരോടാണ്.
നമ്മുടെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കൾക്കാണ്. പൂജയ്ക്കുണ്ട്. സാർ റിപ്പീറ്റ് ചെയ്ത് പറയില്ലേ? സാർ പറഞ്ഞതാണ് ഓൾറെഡി. അല്ല സാർ, ഈ പാശ്ചാത്യ സംസ്കാരം നമ്മളിങ്ങനെ കോപ്പി ചെയ്യുന്നതുകൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം സാർ പറയുന്നത്. പാശ്ചാത്യ സംസ്കാരം നമ്മൾ ഒരു വിക്ടോറിയൻ മൊറാലിറ്റിയുടെ പ്രശ്നമാണ് നമ്മളിപ്പോ സംസാരിച്ചത്. അതാണ് ഏറ്റവും വലിയൊരു പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഒരു പ്രശ്നമായിട്ട് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശാപമായിട്ട് കിട്ടിയത് ഒരു കൊളോണിയലിസത്തിന്റെ ബാക്കി പത്രമായിട്ടിരിക്കുന്ന ഈ വിക്ടോറിയൻ മൊറാലിറ്റി. അത് നമ്മുടെ സംസ്കാരമല്ല, അത് നമ്മുടെ ദേശത്തിന്റെ സംസ്കാരമല്ല. നമ്മുടെ ആ ഒരു സംസ്കാരമാണ് ഇത്രയും വലിയൊരു പെട്രിയാർക്കൽ പരിപാടി കൊണ്ട് വെച്ചിരിക്കുന്നത്. പക്ഷെ അതേപോലെ ഈ കൂട്ടുകുടുംബത്തിന്റെ ഇതെന്നൊക്കെ പറയുമ്പോൾ അതിന് നല്ല കാര്യമുണ്ട്. പിന്നെ നമ്മുടെ സമൂഹം ഇവോൾവ് ആയിട്ടുണ്ട്. ഇപ്പം ഒരു 50 വർഷം മുന്നേ ഉള്ള കുടുംബത്തില് സ്ത്രീകൾ ജോലി എടുക്കുന്നില്ല, ഡിപ്പെൻഡന്റ് ഓഫ് ദ മാൻ, അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ട്. ഇന്നത്തെ സ്ത്രീ വർക്കിംഗ് ആണ്. ഇപ്പൊ പണ്ടത്തെ പോലെ എനിക്ക് എന്താ പറയാ, എൻ്റെ ഒരു ഫ്രണ്ട് ഈ അടുത്ത് എൻ്റെ അടുത്ത് ചോദിച്ചാൽ, പുഴു നിനക്ക് ഏതെങ്കിലും സൈക്കോളജിസ്റ്റിന്റെ നമ്പർ ഉണ്ടോ? അതേസമയത്ത് ഒരു കുഞ്ഞു മോനുണ്ട്, അതേസമയത്ത് ഹസ്ബൻഡ് വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യും. ഇപ്പൊ രണ്ടുപേര് ജോലി എടുത്തില്ലെങ്കിൽ ഒരു കുടുംബം മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സ്പേസ് ആണ്. അത് നല്ല രീതിയിൽ പക്ഷെ ഇവർക്കൊരു സ്ട്രെസ്സും ഇതും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ഇതില് എന്താ വെച്ചാൽ എൻ്റെ ഈ ഒരു മാനസികാവസ്ഥ എൻ്റെ കുട്ടീനെ നോക്കുമ്പോൾ എനിക്ക് ബാധിക്കരുത്, അതിനു വേണ്ടി ഐ എം ഗോയിങ് ടു ടേക്ക് ഹെൽപ്പ് എന്ന് ചിന്തിക്കുന്ന ഒരു വലിയൊരു തലമുറ ഇപ്പോൾ ഉണ്ട്. അപ്പം പക്ഷെ അതേ സമയത്ത് ഇങ്ങനത്തെ ഒരു അറിവിനോട് എക്സ്പോഷർ ഇല്ലാത്തൊരു വലിയൊരു ഇന്ത്യയിലെ ജനതയുണ്ട്. ലൈക്ക് നമ്മുടെ ഒരു GDP-യിലുള്ള വ്യത്യാസം പോലെ തന്നെ നമ്മുടെ സോഷ്യൽ ക്ലാസ്സസ് അത്രയും വ്യത്യാസമുണ്ട്. ഇപ്പൊ എത്രത്തോളം നമ്മൾ റീൽസിലും മറ്റേലും എൻഗേജ് ചെയ്യുന്ന ഒരു ഇന്ത്യ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഇതിനോട് ഒരു ബന്ധമില്ലാത്തൊരു ഇതുമുണ്ട്. അപ്പൊ ഈ അത്രയും ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മുടെ സോഷ്യൽ സ്ട്രക്ചർ ഇരിക്കുന്നത്. അപ്പൊ ഇത് എൻ്റെ മനസ്സിലാക്കലില് എൻ്റെ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഒത്തിരി അധികം ഈ നന്നായിട്ട് നമ്മുടെ ഒരു ട്രോമ, നമുക്ക് വളർന്നു വരുമ്പോൾ ഉണ്ടായിരുന്ന ട്രോമ എൻ്റെ കുട്ടിയിലേക്ക് കൊടുക്കരുത്, അതിനു വേണ്ടി ഞാൻ എങ്ങനെ അതും ഇവരെല്ലാരും വർക്കിംഗ് പേരൻസ് ആണ്, എന്നിട്ടും അതിനുള്ളൊരു സമയം കണ്ടെത്തി പാരന്റ്സ് ആ രീതിയിൽ ചിന്തിച്ചല്ലോ. അതായത് ഇപ്പൊ നമ്മളൊരു 21ാം നൂറ്റാണ്ടിൽ എത്തിയിട്ട് ഇപ്പൊ പാരന്റ്സ് ചിന്തിക്കുകയാണ് നമ്മൾ അനുഭവിച്ചു പോയ ദുരന്തങ്ങളും ട്രോമാസും നമ്മളെ കുട്ടികളിലേക്ക് പകരാൻ പാടില്ല എന്നുള്ള ആ ഒരു ഉറച്ച ബോധ്യം ഉണ്ടല്ലോ. അത് മാത്രമല്ല, ഒന്നും കൂടെ പറഞ്ഞോട്ടെ, അത് മാത്രമല്ല ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ കുറെ ആൺ സുഹൃത്തുക്കളുടെ ഒരു വ്യത്യാസം പറയാം. ഇപ്പൊ അവര് പറയാണ് അവരുടെ കല്യാണത്തിൽ അവരുടെ പേരൻസിനെ എത്രത്തോളം ഇൻവോൾവ് ചെയ്യിക്കണം എന്നുള്ളൊരു തീരുമാനം എടുക്കുന്ന ഒരു ആൺ സുഹൃത്തുക്കളും ഉണ്ട്. അവരുടെ ഭാര്യമാര് എന്താ വെച്ചാല് നമ്മുടെ ഒരു മില്ലേനിയൽ തലമുറ എന്ന് പറഞ്ഞാല് വി ആർ എ മിക്സ് ഓഫ് ബോത്ത്. നമുക്ക് ഈ ഒരു മൊറാലിറ്റി എവിടെയോ നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട്, അതേ സമയത്ത് മോഡേൺ ആയിട്ടുള്ള ചിന്തകളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു നടുക്കുള്ളൊരു സ്പേസിലാണുള്ളത്. അപ്പോൾ ഇത് റെസ്പെക്ട് ചെയ്തുകൊണ്ട് അതേ സമയത്ത് എൻ്റെ ഒരു പാർട്ട്ണർക്ക് ഈ ഒരു എൻ്റെ അമ്മയാണെങ്കിൽ പോലും അത് പറയുന്നത് അവൾക്ക് ശരിയല്ല എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ അതിന് സ്റ്റാൻഡപ്പ് ചെയ്യുന്ന ചെറുപ്പക്കാര്, അത് ഇപ്പോഴത്തെ യങ് ജനറേഷൻ ഓഫ് മെൻ അങ്ങനത്തെ ഒരു ചേഞ്ച് കണ്ടുവരുന്നുണ്ട്. അപ്പൊ അവര് ഇങ്ങനെയാണ് ചിന്തിച്ചു തുടങ്ങിയത്. അത് അവരുടെ കുറെ സ്ത്രീ സുഹൃത്തുക്കളും ചിലപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ മറ്റു അവരുടെ ചേച്ചിമാരോ അവരുടെ എല്ലാവരുടെയും ഒരു റെസ്പോൺസിലായിരിക്കും വരുന്നത്. അങ്ങനത്തെ ഒരു ചേഞ്ച് ഇല്ലാന്ന് നമുക്ക് പറയാം. അത് അഡ്രസ് മീൻസ് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന വേണം. അവരുടെ നമ്മളിപ്പോ ഒരു 21ാം നൂറ്റാണ്ടിലാണ്, പക്ഷെ ചിലവരുണ്ട് 21ാം നൂറ്റാണ്ടിലും 16ാം നൂറ്റാണ്ടിലെ പ്ലാറ്റ്ഫോമിൽ തന്നെ നിൽക്കൂ എന്നുള്ളൊരു വാശിയാണ്. അവർ ഒരു തരത്തിലും 17ൽ പോലും എത്തില്ല. ഞാൻ 16ലും വേണമെങ്കിൽ ഞാൻ പിന്നോട്ട് പോവാം, പക്ഷെ മുന്നോട്ട് ഞാൻ ഒരിക്കലും പോവില്ല. ആ ഒരു ചിന്തയിൽ തന്നെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുമ്പോൾ ഇവർക്ക് ചുറ്റും ജീവിക്കുന്ന, ഇവരുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു 2K കിഡ് ഇത് കാണുമ്പോൾ അത്രമേൽ ഫ്രസ്ട്രേറ്റഡ് ആയാണ് ആ കുട്ടി മൊബൈലിന്റെ ലോകത്തിലേക്ക്, ഒരു വിർച്വൽ വേൾഡിലേക്ക് ആശ്രയത്വം നോക്കുന്നത്. അപ്പോൾ ഈ 16ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന, പ്ലാറ്റ്ഫോമിൽ ജീവിക്കുന്ന മുതിർന്നവരുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപദേശങ്ങൾ ഈ കുട്ടിയെ എങ്ങനെയാണ് ബാധിക്കുക? അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ അതുകൊണ്ടാണ് ഈ കുട്ടി ഈ വിർച്വൽ വേൾഡിലേക്ക് പോകുന്നത്. സൊല്യൂഷൻ കിട്ടാത്തതുകൊണ്ടും റെസ്പെക്റ്റ് കിട്ടാത്തതുകൊണ്ടും ബൗണ്ടറീസിനെ മാനിക്കാത്തതും കൊണ്ടാണ് ഒളിച്ചോട്ടങ്ങൾ ഉണ്ടാവുന്നത്. അതെല്ലാ കാലത്തും
ഇപ്പൊ ഇന്നെന്നല്ല ഏത് കാലത്ത് എടുത്താലും ഇത് തന്നെയാണ് എല്ലാ ഒളിച്ചോട്ടത്തിന്റെയും കാരണം. ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചൊരു ടോപ്പിക്കിലേക്ക് തന്നെ വരാം. ഒരു എക്സാമ്പിൾ പറയണം. ആസ് എ പാരന്റിങ് കോച്ച് ഐ ക്യാൻ സേ ദിസ്. സാറിന്റെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് കുറച്ച് യഥാസ്ഥിതികമായ ചിന്താഗതികളുള്ള കുറച്ച് ആൾക്കാർ മാറ്റം. സാർ ഒരുപാട് മാറിയത് കൊണ്ടാണ് സാറിന് ഇവിടെ ഇരിക്കുന്നത്, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അനു പറഞ്ഞ പോലെ ഒരു രീതിയിൽ മാറാൻ തയ്യാറല്ലാത്ത ഒരു കൂട്ടം ഉണ്ടാവാം. കുറെ മാറ്റങ്ങളെ അംഗീകരിക്കുന്ന ആളുകളുണ്ടാവാം. ഇപ്പം മാം പറയുന്ന പോലെ ഇറ്റ്സ് ഓക്കെ, ഐ ക്യാൻ ടേക്ക് ദാറ്റ്, ഐ യു ഹാവ് സ്പേസ് എന്ന് വളരെ കാഷ്വലി പറയുന്നവരുണ്ടാകാം. ഇപ്പൊ പൂജ പറഞ്ഞ കാറ്റഗറി എൻ്റെ അടുത്ത് വന്നത് എൻ്റെ കുട്ടിക്ക് വരാൻ പാടില്ല. ഐ ഷുഡ് ബി ഗാർഡിങ് ഓൾ ദ ട്രോമാസ് ദാറ്റ് ഐ കാൺ, എന്താ പറയുക, ജനറേഷൻ ട്രോമ ഐ കാൺ ട്രാൻസ്ഫർ എന്ന് പറയുന്നവരുണ്ടാകാം. സോ വാട്ട് ഇസ് ദ സൊല്യൂഷൻ ഹിയർ? ഇവരാരും ആത്യന്തികമായിട്ട് മുഴുവൻ തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് വേണ്ടത് ഒരു സ്പേസ് ആണ്, ഒരു സേഫ് സ്പേസ്. ഇപ്പൊ ഹനാൻ പറയുന്നത്, ഹനാനാണ് ഇപ്പോ ഒരു പ്രാക്ടിക്കലി നോക്കുമ്പോൾ ഈ കുട്ടിയുടെ ഇഷ്യൂസ് ഇപ്പൊ പറഞ്ഞ റേസ് ചെയ്ത കാര്യങ്ങളൊക്കെ വാലിഡ് ആണ്. ഇങ്ങനത്തെ ഒരു സാധനം വീടിനകത്തൊരു ഫൈറ്റ് ഉണ്ടായാൽ ഇപ്പൊ പറഞ്ഞ പോലെ എവിടെ എത്താറ് നമ്മൾ തീർന്നു പോയിക്കൊണ്ടേയിരിക്കും, എനിക്ക് തോന്നുന്നു അടി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിന്റെ സൊല്യൂഷൻ ആണ് ഇപ്പൊ കൗൺസിലിങ്ങോ തെറാപ്പിയോ കോച്ചസോ ഒക്കെ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ദേ ആർ പ്രൊഫഷണൽസ്, അവര് ട്രെയിൻ ചെയ്ത പ്രൊഫഷണൽസ് ആണ്. അവരെടുത്ത് വന്നിരിക്കുക. അപ്പോൾ ആരൊക്കെയാണ്, അപ്പൊ ഞാൻ നേരത്തെ പൂജ പറഞ്ഞൊരു പോയിന്റ് ഞാൻ എന്നും പറയുന്ന പോയിന്റ് ആണ്, വി നീഡ് ടു ഹാവ് ട്രസ്റ്റ് ഇൻ അഡൾട്ട്സ് ഓൾസോ. അതായത് അച്ഛനും അമ്മയും മാനേജിങ് പാരന്റ്സ്, അപ്പൂപ്പൻ അമ്മൂമ്മ കൊച്ചമ്മ വോട്ട് എവർ ഇറ്റ് ഇസ്, അവരല്ലാതെ ട്രസ്റ്റഡ് അഡൾട്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ കൂട്ടുകാരനായിരിക്കാം എന്റെ മകളുടെ കാര്യങ്ങൾ കൂടുതൽ അറിയുന്നത്, അയാളും വേണം. അത്രയും കോൺട്രിബ്യൂട്ടിങ് ആണെങ്കിൽ ഇവരെല്ലാവരും ഒരുമിച്ച് വരണം, പെർസ്പെക്ടീവ്സ് നിരത്തി വെക്കണം. അപ്പോൾ അൺബയസ്ഡ് ആയിട്ടുള്ള ഈ പ്രൊഫഷണൽ അവരുടെ ഇടയ്ക്ക് ഇരിക്കും. വിൽ റൈറ്റ് ഇറ്റ് ഡൗൺ. നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എന്താണ്, പറയുന്ന രീതിക്ക് നമ്മൾ അതിനെ എക്സ്പ്രസ്, അതാണ് പ്രശ്നം. അതിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പൊ ആ എക്സ്പ്രഷനിൽ ശ്രദ്ധിക്കാതെ മോളെ എക്സ്പ്രഷൻ നോക്കണ്ട, ഇത് നോക്കൂ, ഇതാണ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു 3-4 പെർസ്പെക്റ്റീവ് കിട്ടി. അതിൽ ഈ കുട്ടിക്ക് അക്സെപ്റ്റബിൾ ആയ, ഈ കുട്ടിയുടേത് അച്ഛൻ അക്സെപ്റ്റബിൾ ആയ ഒരു പെർസ്പെക്റ്റീവിലേക്ക് വരാവുന്നതേ ഉള്ളൂ. ഈ സ്പേസ് ഇല്ലാത്തപ്പോ തീർച്ചയായിട്ടും ബാക്കി കാര്യങ്ങൾ, ഇത് ആക്ച്വലി കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതാണ്, എക്സോസ്റ്റിംഗ് ആണ്, ടൈം ഉണ്ട്. പക്ഷെ ഇത് ചെയ്യുന്നവർ എപ്പോഴേ ചെയ്യുള്ളൂ, ഫാമിലി ആസ് എൻ എന്റിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നവര്, എനിക്ക് അച്ഛനെയും അമ്മേനെയും കൂടെ വേണം, ഇദ്ദേഹത്തെ മാത്രം പോരാ എന്ന് ചിന്തിക്കുന്നവര്. ആ മൂല്യബോധം നമ്മൾ പണ്ട് മുതലേ അല്ലെങ്കിൽ പാരന്റിങ്ങിൽ എപ്പോഴും ഉണ്ടാക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഇതിന് വരും. അപ്പൊ അച്ഛനും അമ്മയൊക്കെ പറയും ഞാനങ്ങ് വരുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ അച്ഛൻ പറയും എന്നാ നീ പോയി തുടങ്ങ്, ഞാൻ പിന്നെ വരാം. That's how it starts. അല്ലാതെ ഇത് ഇങ്ങനെയാണ് നമ്മളുടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അതാണ് പരിഭാവനമായ ഒരു കുടുംബത്തിലേക്ക് വരിക, വേർ വി ഹാവ് എ ലോട്ട് ഓഫ് സ്പേസ്. ഇനി എല്ലാ തവണ തെറപ്പി അല്ലെങ്കിൽ ഒരു എന്താ പറയുക സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ കൗൺസിലർ വേണമെന്നൊന്നുമില്ല. പണ്ടൊക്കെ വലിയ വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ കാരണവന്മാർ വരുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ വില്ലേജിനകത്തൊക്കെ ഹെഡ് ക്യാപ്റ്റൻസ് ഉണ്ടാവും, എ പേഴ്സൺ ഹൂം എവറിബഡി വാല്യൂസ്, അവര് വരും, അങ്ങനെ മ്യൂച്വലി സംസാരിക്കും. അങ്ങനെ ഒരു സ്പേസ് ഇവിടെ ഇല്ല. താൻ എന്നോട് പറഞ്ഞാൽ താൻ കേൾക്കുന്നില്ല, താൻ പോയി അവിടെ ഇങ്ങനെ കട്ട് ആൻഡ് ഷോർട്ട് ആണ്. ദാറ്റ് വിൽ നോട്ട് സോൾവ്. അല്ല, അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇപ്പൊ സ്മിതയ്ക്ക് പെൺകുട്ടിയാണല്ലേ, എനിക്കും പെൺകുട്ടിയാണ്. അപ്പോൾ ഈ പെൺമക്കളുള്ള അമ്മമാരുണ്ടല്ലോ, ഇപ്പോൾ എൻ്റെ മോൾക്ക് 9 വയസ്സേ ഉള്ളൂ എങ്കിൽ പോലും ഇപ്പോൾ ഈ സാറ് ഭയങ്കരമായിട്ട് ഈ എന്താ ലിവിങ് ടു തന്നെ ഭയങ്കരമായിട്ട് സാറ് എതിർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ മാധവിക്കുട്ടിയുടെ എൻ്റെ കഥയിൽ മാധവിക്കുട്ടി 16-ാമത്തെ വയസ്സിലാണ് മാധവിക്കുട്ടി കല്യാണം കഴിച്ചത്. അപ്പോൾ ആദ്യ രാത്രിയെക്കുറിച്ച് മാധവിക്കുട്ടി അതിനകത്തൊരു ഡിസ്ക്രിപ്ഷൻ പറയുന്നുണ്ട്. നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് വേദന തോന്നും. അപ്പം ഇതുപോലെ ജീവിതത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്തൊരു പുരുഷൻ, ആ പുരുഷൻ എങ്ങനെയാണ്, എന്താണ്, ചിലപ്പോൾ ചില സ്ത്രീകൾക്ക് പേര് പോലും അറിയുന്ന ചില സ്ത്രീകൾ ആദ്യ രാത്രിയായിരിക്കും തൻ്റെ ഭർത്താവിൻ്റെ മുഖം നേരിട്ട് കാണുന്നത്. ഒരു പരിചയമില്ലാത്തൊരു പുരുഷനൊപ്പം പാലും ഇതുപോലെ പൂവായിട്ട് നേരെ കയറി ചെല്ലുകയാണ്. പക്ഷേ അതേസമയം ഇപ്പോഴത്തെ കുട്ടികൾ ഇതുപോലെ പരസ്പരം മനസ്സിലാക്കി വർഷങ്ങളും ഇതുപോലെ ഡേറ്റിങ് അതെല്ലാം കഴിഞ്ഞിട്ടാണ് കല്യാണം വേണോ വേണ്ടോ, ആ ഒരു ഇൻസ്റ്റേഷനിലേക്ക് പോകണോ വേണ്ടോ എന്നൊരു തീരുമാനമെടുക്കുന്നത്. അപ്പോൾ പക്ഷേ ഒരു ആസ് എ പാരൻറ്റ് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഈ പ്രീ മാരിറ്റൽ സെക്സ് ഉണ്ടല്ലോ, അത് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സംഗതിയാണോ, അത് നമുക്ക് അതിൻ്റെ ഒരു ബോർഡർ എവിടം വരെ ആവാം? കാരണം പണ്ടൊക്കെ നമ്മൾ ഈ പ്രീ മാരിറ്റൽ സെക്സ്, അതായത് കല്യാണത്തിന് മുന്നേ ലൈംഗികതയിൽ ഏർപ്പെട്ട പെണ്ണ് ചീത്തയായി, പെണ്ണ് പിഴച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും ആരും പറയുന്നില്ല. ഇങ്ങനെ കല്യാണത്തിന് മുന്നേ ഉള്ള സെക്സ് അതിന് നമ്മൾ ഏതുവരെ പ്രോത്സാഹിപ്പിക്കാം, അതിനെവിടെയാണ് നമ്മളൊരു ബോർഡർ ഇടേണ്ടത്? അത് ബോർഡർ ഇടേണ്ട ആവശ്യമുണ്ടോ? അത് നോ ആണോ അത് പറയേണ്ടത്? അതെന്താണ്, അതിനെങ്ങനെയാണ് നമ്മൾ ടാക്കിൾ ചെയ്യേണ്ടത്? ഞാനതിൽ തിയറി അല്ല, ഞാൻ എക്സ്പേർട്ട് അല്ല, ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയാം. ഞാൻ പറയുന്നത്, നമ്മൾ ഒരു പെൺകുട്ടി
അതിപ്പോൾ ഒരു 20-21 വയസ്സുള്ള മോളുമായിട്ട് അമ്മ ഹോസ്പിറ്റലിൽ പോകാന്ന് വെച്ചോ. അപ്പോൾ ഡോക്ടർ ചോദിക്കും, ഗൈനക്കോളജിസ്റ്റ് ചോദിക്കും, അപ്പോൾ ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട അസുഖം, ആർ യു സെക്ഷുവലി ആക്റ്റീവ് എന്ന് ചോദിക്കും. ആർ യു സെക്ഷുവലി ആക്റ്റീവ് എന്ന് ചോദിക്കും. അപ്പൊ ചോദിക്കുമ്പോൾ തന്നെ അമ്മ ഞെട്ടിപ്പോവാണ്. അതിന് ഇവളെന്ത് മറുപടി പറയാതെ ഞാൻ കേൾക്കണം. യെസ് ഡോക്ടർ എന്ന് പറയുമ്പോഴേക്കും ആ അമ്മ അതുവരെയുള്ള മകളോടുള്ള വിശ്വാസവും നഷ്ടപ്പെട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരു പാരന്റ് എന്നോട് എനിക്ക് അറിയുന്ന ഒരാളാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെയല്ല. നമ്മൾ ഈ പറഞ്ഞ 13 അല്ലെങ്കിൽ ഇപ്പോൾ 7-8 വയസ്സിലൊക്കെ നമ്മളിൽ ചേഞ്ചസ് വരാൻ തുടങ്ങും. ആണും പെണ്ണും തമ്മിൽ അല്ലെങ്കിൽ പെണ്ണും തമ്മിൽ വാട്ടെവർ അങ്ങനെ അട്രാക്ഷൻ ഒക്കെ തോന്നാൻ തുടങ്ങും. അതിൻ്റെ കുറേ കൗതുകങ്ങളും പരീക്ഷണങ്ങളിൽ കൂടെ ഒക്കെ നമ്മൾ പോകുന്നുണ്ട്. നമുക്കിന്ന് യെസ് ഈ മൊബൈലുണ്ട്, അതുണ്ട്, പഴയ പോലെയല്ല, ആണും പെണ്ണും ഇടകലർന്ന് ജീവിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്. ചിലപ്പോൾ അവർ സെക്സൊക്കെ ചെയ്യും. അതിനൊന്നും നമ്മൾ ഈ പറഞ്ഞ പരമപവിത്രം പരിപാവനം എന്നൊന്നും പറഞ്ഞ് വെക്കരുത്. ഞാൻ വെറുതെ പറയാം, കാഷ്വലായിട്ട് പറയല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മകളുടെ കാര്യത്തിലാണെങ്കിലും എൻ്റെ സ്റ്റാൻഡ് അതാണ്. അവൾക്ക് ഇപ്പോൾ 25 വയസ്സായി, അവൾക്ക് കല്യാണം കഴിക്കണേ കഴിഞ്ഞാൽ അവളോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഇഷ്ടമുള്ള ആളുണ്ടോ, അത് നിങ്ങൾ ഒരുമിച്ച് ലിവിങ് ടുഗദറോ മറ്റോ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, യു ഡു ദാറ്റ്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞ അമ്മുമ്മ അമ്മാവൻ അവളത് കരുതലുണ്ട്. നേരത്തെ പറഞ്ഞ ആ കൺസെൻസസിന് അവൾ റെഡിയാണ്. അപ്പം ഞാൻ പറയും, മോളെ അവരൊന്നുമല്ല നിൻ്റെ ജീവിതം നിശ്ചയിക്കുന്നത്, നീയാണ് നിൻ്റെ പാർട്ട്ണറാണ്. പക്ഷെ അമ്മയുടെ എല്ലാ ഇതും ഉണ്ടാവും. നന്നായിട്ട് പരിചയപ്പെട്ട് കുറച്ചാൾ ഒരുമിച്ച് നിന്നിട്ട് വേണോ വേണ്ടേ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അതിൽ സെക്സ് വരുമല്ലോ നാച്ചുറലി. അതൊരു മഹാപരാധമല്ല. അത് പറയുമ്പോഴേക്കും മാന്താനും പിച്ചാനും വന്നിട്ട് എല്ലാ കാലത്തും ഇത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ല, അപ്പൊ നമ്മളതിപ്പം പാശ്ചാത്യ രീതിയിലെ പാശ്ചാത്യ സംസ്കാരമല്ല. സംസ്കാരത്തിന് സെക്സുമായിട്ടൊരു ബന്ധം. നമ്മുടെ ഒരു റീപ്രൊഡക്ഷൻ ആണ് മനുഷ്യന്റെ പരസ്പരമുള്ള ബന്ധത്തിന്. പ്രണയമൊക്കെ തന്നെ നമ്മൾ അതിനെ ഷുഗർ കോട്ട് ചെയ്യുന്നതാണ്. കേരളത്തെ സംബന്ധിച്ച് നമ്മൾ ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിലും ലോകരാജ്യങ്ങളിലും വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും അമിതമായ പ്രാധാന്യം കൊടുക്കുന്ന ഒരു നാടാണ് ദൈവത്തിന്റെ. ഞാൻ പറയട്ടെ, സ്വന്തം നാടെന്ന് പറയുന്നത് കേരളം. ഇവിടെ ചില മൂല്യങ്ങളുണ്ട്. സത്യം, നീതി, എന്താണ് സഹവർത്തിത്വം, സാമൂഹിക സേവന മനോഭാവം മുതലായ മൂല്യ ഗുണങ്ങളുണ്ട്. ഈ മൂല്യ ഗുണങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള ഒരു തലമുറയാണ്. അല്ല, ഒരു അധ്യാപനം എന്നല്ല ഞാൻ പറയുന്നത്, ഒരു അധ്യാപനം എന്നല്ല എന്റെ കാഴ്ചപ്പാട് ഞാൻ പറയുന്നത്. ആ മൂല്യ ഗുണങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു തലമുറയെ ഞാൻ പറഞ്ഞു തീർത്തോട്ടെ ഒരു മിനിറ്റ്. അപ്പൊ അങ്ങനെയുള്ള ഒരു തലമുറയെ നമ്മൾ വാർത്തെടുക്കണം. ഇപ്പൊ എന്റെ മോളെ, എനിക്ക് 2 പെൺമക്കളാണ്. ഒരാൾ ഇൻഫോ പാർക്ക് ജോലി ചെയ്യുന്നു, ഒരാൾ +2 കഴിഞ്ഞ് നിൽക്കുന്നു. ഈ മക്കൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഏത് രീതിയിൽ പോകുന്നു എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. എൻ്റെ മൂത്ത മകളും എൻ്റെ ഇളയ മകളും ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നും നമ്മളുടെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെ പ്രതികരിക്കുമെന്നും എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. അതെന്റെ പേരന്റിന്റെയും എൻ്റെ പേരന്റിങ്ങിന്റെയും എൻ്റെ ആ ഒരു കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. അപ്പൊ ഈ ഒരു കാഴ്ചപ്പാടിന് അധിഷ്ഠിതമായിട്ടുള്ള ഒരു സംസ്കാരവും പാരമ്പര്യവും നമുക്കുണ്ട്. അതിലേ നമുക്ക് പോകാൻ പറ്റും. അത് തളർത്തിക്കളന്നതാണ് നമ്മുടെ പുതിയ സോഷ്യൽ മീഡിയയുടെ ആധിക്യം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് അവർക്കൊരു ഒരു ഗൈഡൻസ് കൊടുക്കണം. അതായത് ഇപ്പൊ എന്റെ മകള് മറ്റേ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്, ഇൻഫോ പാർക്കിലാണ് ജോലി ചെയ്യുന്നത്. അവൾക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്. അവൾ പറയുന്നത്, അവൾക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആധിക്യം കൊണ്ട് അവൾ പറയുന്നതാണ്, ഇൻസ്റ്റാഗ്രാമിലുള്ള അവളുടെ ഫ്രണ്ട്സിന്റെ വൈബ് അനുസരിച്ചുള്ള ഒരു ആളെയാണ് ഞാൻ നോക്കുന്നത്. അച്ഛൻ പറയുന്ന ആളെ ഞാൻ കല്യാണം കഴിക്കുന്ന നിർബന്ധമൊന്നുമില്ല, പക്ഷെ എനിക്കും കൂടി ഇഷ്ടപ്പെടണം. അപ്പൊ അതുകൊണ്ട് ഞാനത് നോക്കി നടത്തുക, ഞാൻ നോക്കി ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ തരത്തിലാണ് അവർക്ക് ആ ഒരു സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നത്. സംസ്കാരത്തിന് എതിർപ്പുള്ള ഒരു രീതിയാണ് മകൾ പൊക്കോണ്ടിരിക്കുന്നത്. അല്ല, അതല്ല, അതിപ്പോ മാറിയ സംസ്കാരത്തിനനുസരിച്ച് നമ്മൾ മാറണമല്ലോ. കുറച്ച് നമ്മൾ മാറണം. പക്ഷെ അതൊരു പറഞ്ഞില്ലേ ഇപ്പൊ സംസ്കാരത്തെ നമ്മൾ മുറുകെ പിടിക്കണമെന്ന്. അപ്പൊ സാറിന്റെ മകള് സംസ്കാരത്തിൽ ഇപ്പൊ വ്യതിചരിച്ചോണ്ടിരിക്കുകയാണ്. അത് അതിന്റെ ഒരു ഞാൻ പറയുന്നത് മുല്ലപ്പൂ പൊടി ഏറ്റ് കിടക്കും കല്ലിനും ഉണ്ടാകും ഒരു സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ നിലവിലിരിക്കുന്ന ഒരു വ്യവസ്ഥ നമ്മുടെ കുട്ടികൾ മാറും. അവിടെ പ്രോപ്പർ ഗൈഡൻസ് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഒരു മൂല്യഗുണവും ഇല്ലാത്ത ലിവിങ് ടുഗദർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നമ്മുടെ കുടുംബജീവിതത്തിന്റെ പശ്ചാത്തലത്തിന് അനുയോജ്യമല്ലാത്ത ഒരാളെ അവൾ തിരഞ്ഞെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതെന്റെ വിശ്വാസമാണ്. പേരന്റിങ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പേരന്റിങ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ജീവിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ ഒരാളുകൂടെ ഒളിച്ചോടിപ്പോയി.
ഒടിച്ചോടിപ്പോയെന്ന് എത്രയോ സംഭവങ്ങളുണ്ട്. എന്തുകൊണ്ട്? പേരൻസിന്റെ ശ്രദ്ധയില്ലായ്മയും അവർക്ക് അവിടെ പരിഗണന കിട്ടാത്തതിന്റെ പാരന്റ്സ് ചിലപ്പോൾ 16ാം നൂറ്റാണ്ട് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നതുകൊണ്ട് ആ കുട്ടിക്ക് അതിന്റെ ഫ്രസ്ട്രേഷൻ കാണും. അതുകൊണ്ട് അത് ജീവനം കൊണ്ട് ഓടിയതായിരിക്കും. സംസ്കാരം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മള് ഇത് എന്റെ തലമുറയിലുള്ള ആൾക്കാരും പറയുന്നത് ഈ പാശ്ചാത്യ സംസ്കാരത്തിനാണ്. ഞാനൊരു പാശ്ചാത്യ സംസ്കാരമായിട്ട് ഇടപഴകി പഠിച്ച ഒരാളാണ്. എനിക്ക് ലോകത്തില് വളരെ അഭിമാനത്തോട് പറയാം, എനിക്ക് ഗുരുക്കന്മാരെല്ലാവരും ഈ 5 കോണ്ടിനെന്റ്സ് നിന്നും എനിക്ക് ടീച്ചേഴ്സ് ഉണ്ടായിട്ടുണ്ട്. 5 കോണ്ടിനെന്റ്സിൽ ഐ ഹാവ് ഫ്രണ്ട്സ് ഹു ആർ ലൈക്ക് മൈ ഫാമിലി. പലതരത്തിലുള്ള സെക്ഷുവാലിറ്റിയിലുള്ള ആൾക്കാരാണ് എല്ലാവരും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ നമ്മുടെ ഒരു വിചാരമാണ് പാശ്ചാത്യ സംസ്കാരത്തിലെ ആൾക്കാർക്ക് കല്യാണം കഴിഞ്ഞ് പ്രശ്നമില്ല, മീൻസ് വേറെ ഫ്രീ ആയിട്ട് അങ്ങനെയല്ല. ഇവിടെ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അവിടുത്തെ ആൾക്കാരും. അത് ഗേ ആണെങ്കിലും ലെസ്ബിയൻ ആണെങ്കിലും ട്രാൻസ് ആണെങ്കിലും ഒരു ഹെറ്ററോസെക്ഷൽ സ്പേസിലുള്ള ആൾക്കാരാണെങ്കിൽ എല്ലാവർക്കും ഒരേപോലെയാണ് ഈ ചതിയും വഞ്ചനയും ആ റിലേഷൻഷിപ്പ് പിന്നെ കുട്ടികളെ വളർത്തുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിൽ പോലും ആ റെസ്പെക്ട് തന്നെ. അതുകൊണ്ട് അതൊരു ഈ ലിവിങ് ടുഗെദർ ഒരു പാശ്ചാത്യ സംസ്കാരം എന്നുള്ള രീതിയിൽ കാണേണ്ട ആവശ്യമില്ല. അത് പിന്നെ എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് ഒരു 8-9 കൊല്ലമായിട്ട് ലിവിങ് ടുഗെദർ ആയിട്ടുള്ള. പലപ്പോഴും അവര് എന്നെ ഒരു ബന്ധനം, ഒരു കല്യാണം എന്നുള്ളൊരു ഒരു രീതിക്കും അപ്പുറം അതില്ലെങ്കിലും എന്നെ ഞാനായിട്ട് സ്നേഹിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കണം എന്നുള്ളൊരു സ്പേസ്. അതൊരു ഇഷ്ടം, ഒരു സ്നേഹം, ബഹുമാനം ഒന്നുമില്ലെങ്കിലും സ്നേഹം വേണം. അതൊരു കരാറ് ബേസിസിൽ അങ്ങനെ ചിന്തിച്ചിട്ട് കല്യാണം കഴിക്കാത്ത ആൾക്കാരുണ്ട്. പിന്നെ അഥവാ ലീഗലി അവർക്ക് അവരുടെ കുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെ കുട്ടികളുള്ള ആൾക്കാരുണ്ട്. കല്യാണം കഴിക്കാത്ത കുട്ടികളെ അച്ഛനമ്മയായിട്ട് ഒരുമിച്ച് സാധാരണ അവർ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പല ആൾക്കാർക്കും അറിയത്തു പോലുമില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കുറച്ചും കൂടെ നമ്മൾ തുറന്ന് അവരെ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ എല്ലാം ഒരു സെക്സിലോട്ട് ഒതുങ്ങുന്നതല്ല. അതിനും അപ്പുറം ഒരു സ്നേഹവും ബഹുമാനവും അവരുടെ ചിന്തകളെയും നമുക്ക് കാണാൻ പറ്റും. അല്ല, ഇത് മറ്റൊരു പോയിന്റും കൂടെ ഉണ്ട് പൂജ. ഇപ്പം സാറ് പറഞ്ഞല്ലോ സംസ്കാരത്തിന്റെ മൂല്യം മുറുകെ പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പലപ്പോഴും നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവന് നല്ല ലുക്കും മസിലൊക്കെ കാണും. പക്ഷേ കല്യാണം കഴിയുമ്പോഴായിരിക്കും ഈ പെൺകുട്ടി മനസ്സിലാവുന്നത് അവൻ സെക്ഷലി ഇനാക്റ്റീവ് ആണെന്നുള്ളത്. അപ്പോൾ ഈ സംസ്കാരത്തിന്റെ മൂല്യം മുറുകെ പിടിച്ചിരിക്കുന്ന ആ പെൺകുട്ടിക്ക് തൻ്റെ ഭർത്താവ് ഒരു സെക്ഷലി ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, താൻ അത്രത്തോളം സംതൃപ്തി ഇല്ലാതെയാണ് ഈ ദാമ്പത്യ ജീവിതത്തിൽ, സെക്ഷലി എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാതെയാണ് ആ ദാമ്പത്യ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ സംസ്കാരത്തിൻ്റെ ഈ ചങ്ങലയിൽ പെട്ടുപോയ, സംസ്കാരത്തിൻ്റെ മൂല്യം കൊണ്ട് ഈ ചങ്ങലയിൽ പെട്ടുപോയ പെൺകുട്ടിക്ക് താൻ നേരിടുന്ന തൻ്റെ ഫ്രസ്ട്രേഷനും സെക്ഷൽ ഫ്രസ്ട്രേഷനും ഓപ്പൺ അപ്പ് ആവാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ നമുക്കേ ഈ പാരമ്പര്യം മുറുകെ പിടിക്കുമ്പോൾ ഒന്നും അതിനെതിരെ പറയാൻ പറ്റാത്തൊരു, ഇവിടെ ഒരു വല്ലാത്തൊരു മുറുകെ വലിച്ചൊരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ വളരെ വാലിഡ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഞാൻ പറയാൻ പോണേ. അതായത് പാരമ്പര്യത്തിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ പല പല ചങ്ങലകളും വരും. പക്ഷെ നമ്മൾ ശരിക്കും ഇവിടെ റെസ്പെക്ട് ചെയ്യേണ്ടത് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനെയാണ്. ഇവിടെ പല പല പെർസ്പെക്റ്റീവിൽ സംസാരിക്കാനും പല പല ചിന്താഗതികളുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ പാരമ്പര്യം എല്ലാം മുറുകെ പിടിക്കേണ്ടത് നമ്മളൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സിസ്റ്റത്തിനെ റെസ്പെക്ട് ചെയ്തിട്ട് എല്ലാവരുടെയും വാലിഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അല്ലാതെ ഇവള് ചീത്ത അവള് ചീത്ത അങ്ങനെയുള്ള കമ്പാരിസൺസ് ആണ് ഇവിടെ ഇല്ലാണ്ടാവേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ഈ സിസ്റ്റം മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനെ കുറിച്ച് ഞാൻ പാരമ്പര്യത്തെ സംസ്കാരത്തെയും ഞാൻ അത് മാത്രമായിട്ട് യാഥാസ്ഥിതികമായിട്ട് ജീവിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ പുതിയ പ്രവണതകളുണ്ടല്ലോ, അതൊക്കെ കുട്ടികൾക്ക് പ്രയോജനപ്രദമായ എന്തെല്ലാം വശങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. അതിന് ഈ വശങ്ങൾ മാത്രമല്ലല്ലോ, അവരുടെ വിദ്യാഭ്യാസപരമായ ഇതിലൊന്നും ഒഴിവാക്കാൻ വയ്യാത്ത ചില മൂല്യങ്ങൾ നമ്മൾ സ്വാംശീകരിച്ച് ഈ പുതിയതിൽ നിന്ന് വേണ്ടതും കൂടെ സ്വീകരിച്ച് നല്ലൊരു രീതിയിൽ മുമ്പോട്ട് പോകണം. അതിന് മൂല്യം എന്ന് പറഞ്ഞാൽ സാർ എന്തോ എന്റെ മൂല്യം എന്ന് പറഞ്ഞാൽ അരുൾ, അൻപ്, അനുകമ്പ, ഇതൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. കരുണ വേണം. അതൊക്കെയാണ് ഒരു നല്ല ഹ്യൂമൻ ബീങ്.
കല്യാണം അത് വേണം. കഴിച്ചാലും നോ. അത് വേണം. അല്ല, നല്ല മൂല്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുക. അവരൊക്കെ ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ആണ്. അവർക്ക് ഇഷ്ടമുള്ള ഒപ്പീനിയൻ പോലെ അവർക്ക് ഒരു ഫ്രീഡം ഉണ്ട്. ഇന്നത്തെ പുതിയ കുട്ടികൾക്ക് അതില്ല. അതില്ല. ഒപ്പീനിയനല്ല, ഈ സമൂഹത്തോടുള്ള ഈ കരുണയും സ്നേഹവും എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ്. സാർ, നമ്മൾ എന്താ വെച്ചാ ഒരു നല്ലൊരു പാരന്റ് അവരുടെ ജീവിതത്തിലേക്ക് തന്നെ യു കാൺ സേ ദാറ്റ്. സ്വാർത്ഥതയായിട്ട് അവർ മാറുകയാണ് ചെയ്യുന്നത്. പുതിയ അതൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടില്ലേ? സാർ, എല്ലാവരും ഒരേപോലെ നമ്മൾ ജഡ്ജ് ചെയ്യരുത്. എല്ലാവരും സ്വാർത്ഥരല്ല. നല്ല വ്യക്തിത്വമുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട്. അവിടെയാണ് 2K എന്ന് പറയുന്ന കുട്ടികൾക്ക് ചീത്തപ്പേര് വരുന്നത്. ഈ പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഈ ഇൻവോൾവ്മെന്റ് കാരണം എന്നറിയോ, ഞാൻ ഉദാഹരണം പറയാം ഞാൻ. അതായത് അവർക്ക് മാതൃകയായി സ്വീകരിക്കേണ്ടവർ കുറഞ്ഞു വരുന്നു. വരികളുണ്ട്. പുഞ്ചിരിഹ കുലീനമാം കള്ളം നെഞ്ചു കീറി ഞാൻ നേരിനെ കാട്ടാം. അപ്പൊ കുട്ടികൾക്ക് ഈ മറ്റേ മുതിർന്നവർ ഈ ഉള്ളിൽ ഒരു കാര്യം മറച്ചു വെച്ചുകൊണ്ട് പുറമേ ചിരിക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇത് കണ്ടാണ് കുട്ടികൾ വളരുന്നത്, ഈവൻ പേരൻസ് പോലും. അല്ല, അങ്ങനെ ചെയ്യണ്ട. അങ്ങനത്തെ ഒരു രീതി സംസ്കാരം വളർന്നു വരുമ്പോഴത്തേക്കും തെറ്റായ കുട്ടികൾ സഞ്ചരിക്കാനുള്ള പ്രവണത കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ സ്വാർത്ഥരായിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ വളരുന്നത്. സ്വാർത്ഥരായിട്ട് അവർ വളരുന്നതിന്റെ ഒരു പ്രത്യേകതയാണ് ഇന്നലെ നമ്മുടെ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.